നമസ്കാരം. ഷെക്കൈന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ക്രൈസ്തവ വിരുദ്ധ സിനിമകൾക്കെതിരെയുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇത്തരം സിനിമകൾക്കെതിരെ ക്രിസ്തീയതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രതികരണങ്ങളാണ് ക്രൈസ്തവ സമൂഹം നടത്തുന്നത്. എന്നാൽ അത്തരം പ്രതികരണങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു വേദന, ക്രൈസ്തവ വിരുദ്ധ സിനിമകളുടെ ചിത്രീകരണങ്ങൾക്ക് പലപ്പോഴും വേദിയാകുന്നത് നമ്മുടെ സഭാസ്ഥാപനങ്ങൾ തന്നെയാണ്. ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നത് സാറാസ് എന്ന ഗർഭചിത്ര അനുകൂല സിനിമയ്ക്കായി അതിന്റെ ചിത്രീകരണത്തിനായി ഉപയോഗിച്ചത് നമ്മുടെ ഒരു സഭാസ്ഥാപനം തന്നെയാണ്. ഈ പശ്ചാത്തലത്തിൽ ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ക്രൈസ്തവ മൂല്യങ്ങൾക്കെതിരായുള്ള സിനിമകളുടെ ചിത്രീകരണത്തിന് നമ്മുടെ സഭാസ്ഥാപനങ്ങൾ വിട്ടുകൊടുക്കേണ്ടതുണ്ടോ? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു പൂഞ്ഞാർ മുൻ MLA ശ്രീ PC ജോർജ്, CBC ഹെൽത്ത് കമ്മീഷൻ സെക്രട്ടറിയും അമല മെഡിക്കൽ കോളേജ് ഡയറക്ടറുമായ ഫാദർ ജൂലി സറക്കൽ CMI, ദീപിക ഫ്രണ്ട്സ് ക്ലബ് സംസ്ഥാന ഡയറക്ടർ ഫാദർ റോയ് കണ്ണഞ്ചിറ CMI, KCBC പ്രോലൈഫ് സ്റ്റേറ്റ് അനിമേറ്റർ ശ്രീ ജോർജ് സേവ്യർ വല്യവീട്. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ റോയ് കണ്ണഞ്ചിറ CMI. നമുക്കറിയാം സാറാസ്, ആ ഒരു സിനിമയുടെ പ്രമേയം എന്നത് അബോർഷൻ അനുകൂല സിനിമയാണത്. അതിനെതിരെ നമ്മുടെ ക്രൈസ്തവ വിശ്വാസികളിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളുമാണ് ഉയർന്നത്. എന്നാൽ വേദനാജനകമായ ഒരു വസ്തുത, ആ സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചത് നമ്മുടെ സഭയുടെ തന്നെ സ്ഥാപനമായ രാജഗിരി ഹോസ്പിറ്റലിലാണ്. ഏത് സാഹചര്യത്തിലായിരുന്നു ഒരു ഗർഭചിത്ര അനുകൂല സിനിമയുടെ ചിത്രീകരണത്തിന് നമ്മുടെ സഭാ സ്ഥാപനം വിട്ടുകൊടുക്കുവാൻ ഇടയായത്? ഫാദർ റോയ് കണ്ണഞ്ചിറ CMI. ക്രൈസ്തവ സമൂഹത്തെ വളരെയേറെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഈ സാറാസ് സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ. വിവാദം എന്നുള്ള വാക്ക് അതിനെ ഉപയോഗിക്കാമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ക്രൈസ്തവ ധാർമ്മികത ഏറ്റവും പ്രധാനമായി ഉയർത്തി നിർത്തിയിരിക്കുന്ന ജീവന്റെ മൂല്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു സിനിമ, അതും കത്തോലിക്ക സഭയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ആശുപത്രിയിൽ, രാജഗിരി ആശുപത്രിയിൽ, CMI സഭയുടെ, കത്തോലിക്ക സഭയിലെ സന്യാസ സമൂഹമായ CMI സഭയുടെ രാജഗിരി ആശുപത്രിയിൽ വെച്ചാണ് അതിൻ്റെ ഷൂട്ടിംഗ് നടന്നത്. അപ്പോൾ അബോർഷനെ, ഗർഭഛിദ്രത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമ, അതൊരു ക്രൈസ്തവ കത്തോലിക്ക സഭയുടെ ഒന്നാമത്തെ മൂല്യമാണ് ജീവന്റെ മൂല്യം. അതിനെ ഹനിക്കുന്ന ഒരു സിനിമ കത്തോലിക്ക സഭയുടെ ഒരു ആതുരാലയത്തിൽ, ഒരു ആശുപത്രിയിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ അനുവദിച്ചു. അപ്പോൾ ഏത് മൂല്യമാണ് ഈ സഭ ഉയർത്തിപ്പിടിക്കുന്നത്? ഈ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി ഇങ്ങനെ സ്ഥാപനങ്ങൾ വിട്ടുകൊടുക്കണമോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉയർന്നു വന്നത് നവമാധ്യമങ്ങളിൽ. അനേകരെ വേദനിപ്പിച്ചു. എനിക്കും വളരെ വലിയ വേദനയുണ്ടായിരുന്നു. കാരണം ഗർഭഛിദ്രത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, അതും പച്ചയ്ക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമ മലയാള ഭാഷയിൽ വളരെ തുറന്നു പറഞ്ഞുകൊണ്ട് ജനിക്കുന്ന കുഞ്ഞിനെ കൊല്ലാം എന്ന് കഥാപാത്രങ്ങൾ തമ്മിൽ തീരുമാനിക്കുന്ന ഒരു മനസ്സിന്റെ ഒരു രൗദ്രത, അത് കലാപരമായി ഏവർക്കും സ്വീകാര്യമാകുന്ന രീതിയിൽ ആവിഷ്കരിക്കുകയാണ്. അതിന് വേദിയാക്കിയത് ഒരു ക്രൈസ്തവ സ്ഥാപനം, CMI സഭയുടെ രാജഗിരി ഹോസ്പിറ്റൽ. ഈ ഒരു പശ്ചാത്തലത്തെ കേരള സമൂഹം എങ്ങനെയാണ് കണ്ടത്? സ്വാഭാവികമായിട്ട് സിനിമയോടുള്ള ഒരു എതിർപ്പ്, ആശയപരമായ എതിർപ്പ്, അതിന്റെ കലാമൂല്യത്തെ പറ്റിയോ അതിൽ അഭിനയിച്ചവരെ പറ്റിയോ ഒന്നുമല്ല കത്തോലിക്ക സഭയ്ക്കും ക്രൈസ്തവ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർക്കും എതിർപ്പുണ്ടായത് ഗർഭഛിദ്രം എന്ന് പറയുന്ന സഭ എതിർക്കുന്ന ജീവന് വിരുദ്ധമായിട്ടുള്ള ആ ഒരു സ്വാർത്ഥപരമായ കൊലപാതകത്തെ അനുകൂലിച്ചുകൊണ്ട് ആ സിനിമ പുറത്തിറക്കിയത് കൊണ്ടിന്റെ പേരിലാണ്. അതൊരു ക്രൈസ്തവ സ്ഥാപനത്തിലാണ് ചിത്രീകരിച്ചത്. ഇതായിരുന്നു പശ്ചാത്തലം. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ രാജഗിരി ആശുപത്രിക്കെതിരെ നവമാധ്യമങ്ങളിൽ വളരെ രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടായി. CMI സഭയ്ക്ക് എതിരെ വളരെ രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടായി. കത്തോലിക്ക സഭയ്ക്കെതിരെ പ്രതികരണങ്ങളുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന്
രാജഗിരി ഹോസ്പിറ്റലിന്റെ അധികൃതരുമായി നേരിട്ട് സംസാരിക്കുവാനുള്ള ഒരു അവസരം ഞാൻ ഉപയോഗിക്കുകയുണ്ടായി. അപ്പോൾ രാജഗിരി ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ലീഡറായ പ്രിയപ്പെട്ട ജോയി കിളിക്കുന്നേൽ CMI അച്ഛൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നവമാധ്യമങ്ങളിലുണ്ടായ വിമർശനങ്ങളുടെ മുനയൊടിക്കുന്നതും ഒട്ടൊക്കെ ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ഒരു സിനിമയുടെ സംവിധായകൻ ജൂഡ് ആന്റണി അദ്ദേഹവുമായിട്ട് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നതിനുള്ള അനുവാദം ചോദിച്ച് അവർ ആശുപത്രിയിൽ എത്തിയപ്പോൾ നടത്തിയ സംഭാഷണങ്ങൾ, അതിന്റെ ഡോക്യുമെന്റ്സ്, രേഖാമൂലമുള്ള ഡോക്യുമെന്റ്സ്. അപ്പൊ ജോയി കിളിക്കുന്നേലച്ചൻ, രാജഗിരി ഹോസ്പിറ്റലിന്റെ ഡയറക്ടറായി ജോയി കിളിക്കുന്നേലച്ചൻ ജൂഡ് ആന്റണി എന്ന സംവിധായകനോട് കൃത്യമായി പറഞ്ഞ കാര്യം, ഇത് അബോർഷനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണെങ്കിൽ അത് രാജഗിരി ഹോസ്പിറ്റലിൽ വെച്ച് ചിത്രീകരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. കാരണം കത്തോലിക്ക സഭയുടെ സ്ഥാപനമാണ് രാജഗിരി ഹോസ്പിറ്റൽ. കത്തോലിക്ക സഭ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാമത്തെ മൂല്യം ജീവന്റെ മൂല്യമാണ്. ജീവനെ ഹനിക്കുന്ന ഒരു കഥ കത്തോലിക്ക സഭയുടെ ഈ സ്ഥാപനത്തിൽ വെച്ച് ചിത്രീകരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് രാജഗിരി ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ ജോയി കിളിക്കുന്നേൽ CMI അച്ഛൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, തിരിച്ചു പറഞ്ഞത്, സംവിധായകൻ പറഞ്ഞത്, ഇത് അബോർഷനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമയല്ല, അബോർഷൻ ചിത്രീകരിക്കുന്നില്ല ആശുപത്രിയിൽ, ഈ സിനിമയിൽ അബോർഷൻ ചിത്രീകരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ തിരക്കഥ, ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റ്, ആ ഭാഗത്തിന്റെ സ്ക്രിപ്റ്റ് ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്ത സ്ക്രിപ്റ്റിലും രാജഗിരി ആശുപത്രിയിൽ വെച്ച് അബോർഷൻ നടത്തുന്നതായിട്ടുള്ള ഒരു സൂചനയുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ എഗ്രിമെന്റ് സൈൻ ചെയ്തു. ആ എഗ്രിമെന്റിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. ഈ എഗ്രിമെന്റിന്റെ കോപ്പിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഏതെങ്കിലും ഒരു മതത്തെ ആക്ഷേപിക്കുവാൻ വേണ്ടിയോ ഒന്നുമല്ല, ഒരു കഥയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ കഥ ക്രൈസ്തവ സമൂഹത്തെ ആക്ഷേപിക്കുകയും, ക്രൈസ്തവ സമൂഹത്തെ മാത്രമല്ല മാനവികതയിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനെയും അപമാനിക്കുന്ന തരത്തിലാണ് അത് ചിത്രീകരിക്കപ്പെട്ടത്. അപ്പോൾ ചിത്രീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് രാജഗിരി ആശുപത്രി അറിയുന്നത്, സംവിധായകരും സിനിമാക്കാരും രാജഗിരി ആശുപത്രിയുമായി നടത്തിയ എഗ്രിമെന്റിന് ഘടകവിരുദ്ധമായിട്ടാണ് സിനിമ രാജഗിരി ആശുപത്രിയിൽ ചിത്രീകരിച്ചത്. അപ്പോൾ അവർ വളരെയേറെ വേദനിച്ചു പോയി. അപ്പോൾ അതിന്റെ പേരിൽ അവർ ഇദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പ്രമുഖ ചാനലിൽ ഒരു അഭിമുഖം നടത്തുന്നുണ്ട്, അതിൽ രാജഗിരി ഹോസ്പിറ്റലിന്റെ അധികൃതർ എന്നോട് അവിടെ വെച്ച് അബോർഷൻ ചിത്രീകരിക്കരുതെന്ന് പറഞ്ഞിരുന്നു എന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞു, ഒരു വിശദീകരണം പോലെ. പക്ഷേ ആ സംവാദത്തിൽ വളരെ തന്മയത്വത്തോടെ ആ ഒരു ഭാഗം പ്രക്ഷേപണം ചെയ്യപ്പെട്ടില്ല. ഞാൻ ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹം പറഞ്ഞോ ഇല്ലയോ എന്നറിയില്ല, ചാനലുകാർ കട്ട് ചെയ്തതെന്ന് നമുക്കറിയില്ല, പക്ഷെ സംഗതി പ്രക്ഷേപണം ചെയ്തില്ല. തത്വത്തിൽ എന്ത് സംഭവിച്ചു? രാജഗിരി ആശുപത്രി അനുവദിച്ചിട്ടാണ്, അവിടെ കത്തോലിക്ക സഭയുടെ സ്ഥാപനം അനുവദിച്ചിട്ടാണ് അവിടെ അബോർഷൻ ചിത്രീകരിച്ചത് എന്ന് വന്നു. ഇതിനെതിരെ രാജഗിരി ആശുപത്രി ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ഈ സിനിമ കമ്പനിക്ക് കൊടുത്തതിന്റെ ആ നോട്ടീസിന്റെ കോപ്പിയും ജോയി കിളിക്കുന്നേലച്ചനിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: 2020 ഒക്ടോബർ മാസം 30 താങ്കളുടെ സിനിമാ നിർമ്മാണ സ്ഥാപനവും രാജഗിരി ആശുപത്രിയും തമ്മിൽ സാറാസ് സിനിമ ചിത്രീകരണത്തിനായി ഏർപ്പെട്ടിട്ടുള്ള ധാരണയനുസരിച്ച് ചില വസ്തുതകൾ താങ്കളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്നു. സാറാസ് സിനിമയുടെ ചിത്രീകരണം രാജഗിരിയിൽ നടത്തുന്നതിന് താങ്കളുടെ സ്ഥാപനം അനുമതി തേടിയിരുന്നു. ഇതനുസരിച്ച് ഏർപ്പെട്ട ധാരണയിൽ ആശുപത്രി പാലിച്ചു പോരുന്ന ക്രിസ്തീയ മൂല്യങ്ങളെ പറ്റിയും പ്രത്യയ ശാസ്ത്രത്തെ പറ്റിയും വ്യക്തമായി പ്രതിപാദിച്ചിരുന്നു. മനുഷ്യജീവൻ ദൈവത്തിന്റെ ദാനമാണെന്നും അത് ഏത് വിധേനയും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന ഉറച്ച ക്രൈസ്തവ ബോധ്യവുമാണ് രാജഗിരിക്കുള്ളതെന്നും അതിൽ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഭ്രൂണഹത്യയെ അനുകൂലിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നില്ല രാജഗിരി ആശുപത്രി. ഇക്കാര്യങ്ങൾ വളരെ സ്പഷ്ടമായി കരാറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. നിർഭാഗ്യവശാൽ ഈ ധാരണയ്ക്ക് വിരുദ്ധമായി ആ കത്തിന്റെ തീയതി എത്രയാവെന്ന് പറയണമല്ലോ. ജൂലൈ 30, 2021 ഈ കത്ത് അയച്ചിരിക്കുന്നത്. ജൂലൈ 30, 2021. ഞാനത് മുഴുവനൊന്ന് വായിക്കാം. നിർഭാഗ്യവശാൽ ഈ ധാരണയ്ക്ക് വിരുദ്ധമായി
ഭ്രൂണഹത്യയെ നിസാരവൽക്കരിച്ച് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന സന്ദേശം സാറാ സിനിമ നൽകിയെന്ന ആശങ്ക സമൂഹത്തിൽ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. ആശുപത്രി അധികൃതരും വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത്. അതിനാൽ ഈ പരാതി ഗൗരവത്തോടെ സ്വീകരിച്ച് എത്രയും വേഗം താങ്കളുടെ വിശദീകരണം നൽകണമെന്ന് ഇതിനാൽ ആവശ്യപ്പെടുന്നു. ഫാദർ ജോയി കിളിക്കുന്നേൽ CMI 30 ജൂലൈ 2021. അപ്പോൾ ഇത് ഞാൻ ഇത്രയും വിശദീകരിച്ച് ഇത് പറയാൻ കാരണം, നമ്മുടെ മാധ്യമ മാനേജ്മെന്റുകൾ അല്ലെങ്കിൽ സിനിമ നിർമ്മാതാക്കൾ ക്രൈസ്തവ മൂല്യങ്ങളെ തല്ലിത്തകർക്കാൻ വേണ്ടി, ക്രൈസ്തവ മൂല്യങ്ങൾ മാത്രമാണോ? ജീവന്റെ മൂല്യം എന്ന് പറയുന്നത് ക്രൈസ്തവ മൂല്യം മാത്രമാണോ? അത് മാനവികതയുടെ മൂല്യമാണ്. ആ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്നത്, ജീവനെ ബഹുമാനിക്കുന്നത് കൊണ്ട് ക്രൈസ്തവ സഭ ഉയർത്തിപ്പിടിക്കുന്നു. ആ മൂല്യത്തെ തന്നെ പിന്തുണച്ചുകൊണ്ടാണ് എല്ലാ ക്രൈസ്തവ സ്ഥാപനങ്ങളും നിലനിൽക്കുന്നത്. രാജഗിരി ആശുപത്രിയും അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആണ് രാജഗിരി അവരോട് ഈ ഒരു ധാരണയിൽ നേരത്തെ ഏർപ്പെട്ടത്. പക്ഷെ അതിന് വിരുദ്ധമായിട്ടാണ് അവരത് ചെയ്തത്. ഇത് തികച്ചും പ്രതിഷേധാർഹമാണ് എന്ന് മാത്രമല്ല കുറ്റകരവുമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫാദർ ജൂലിയസ് അറക്കൽ CMI, ഈ ഫാദർ റോയ് കണ്ണഞ്ചിറ സൂചിപ്പിച്ചതുപോലെ ഒരു നിർണായക വെളിപ്പെടുത്തലാണ് ഫാദർ റോയ് കണ്ണഞ്ചിറ നടത്തിയിരിക്കുന്നത്. ഒരു ചിത്രീകരണ സമയത്ത് ആ മാനേജ്മെന്റും ആ സിനിമ സംവിധാനം ചെയ്യുന്ന ആ വ്യക്തികളും തമ്മിൽ ഉണ്ടാക്കിയ ഒരു ഉടമ്പടി കാറ്റിൽ പറത്തിക്കൊണ്ടാണ് തികച്ചും ക്രൈസ്തവ വിരുദ്ധമായ രീതിയിൽ, ക്രൈസ്തവ വിരുദ്ധമായ മൂല്യങ്ങൾ ആ സിനിമയിലൂടെ ചിത്രീകരിക്കപ്പെട്ടത്, നമ്മുടെ സഭയുടെ സ്ഥാപനത്തിലൂടെ ചിത്രീകരിക്കപ്പെട്ടത്. ഇതിനോടുള്ള അങ്ങയുടെ പ്രതികരണം എന്താണ് ഫാദർ ജൂലിയസ്? ഇത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഞങ്ങൾ അച്ഛന്മാര് ഉടുപ്പിട്ട് ഈ ഓഫീസിലിരിക്കുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത്, ഞങ്ങൾ വഴിയിലൂടെ നടന്നു വരുന്നു. ഞാനൊരു മെഡിക്കൽ കോളേജിന്റെ ഡയറക്ടറാണ്. പക്ഷെ ഞങ്ങൾ വഴിയിലൂടെ നടന്നു വരുന്നു, അവിടെ വരുന്ന എല്ലാവരോടും സംസാരിക്കുന്നു, ഞങ്ങൾക്ക് എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അതിൽ ഞങ്ങൾക്ക് വലിയവരെന്നോ ചെറിയവരെന്നോ ഇല്ല. എല്ലാ രോഗികളുടെ അടുക്കലും ഞങ്ങൾ സംസാരിക്കും. ആർക്ക് വേണമെങ്കിലും ഞങ്ങളുടെ ഓഫീസിലേക്ക് വരാം. അപ്പോൾ ഇത് കാണുന്ന വ്യക്തികൾ ഞങ്ങൾ വളരെ വൾണറബിൾ ആണെന്നും ഞങ്ങളെ പറ്റിക്കാം എന്നും ഒരു ധാരണ ആളുകൾക്കുണ്ട്. ഞങ്ങളുടെ അടുക്കൽ വരുന്നവർ അത് ഞങ്ങളുടെ ഒരു വൾണറബിൾ ആണെന്നും ഞങ്ങളെ എങ്ങനെ വേണമെങ്കിലും പറ്റിക്കാം എന്നും ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണിത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വഴിയിലൂടെ നടന്നു വരുമ്പോൾ എല്ലാവരുമായിട്ട് സംസാരിക്കും. അതിൽ പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ വലിയവരെന്നോ ഒന്നുമില്ല. ഞങ്ങൾ എല്ലാവരുടെയും സുഖവിവരങ്ങൾ അന്വേഷിക്കും. വാർഡിൽ പോയി രോഗികളെ കാണും. ഞങ്ങളൊരു അമല മെഡിക്കൽ കോളേജിന്റെ ഡയറക്ടർ എന്ന സ്ഥാനത്ത് ആരോടും മിണ്ടാൻ പാടില്ല, ഞങ്ങൾക്ക് ചുറ്റും സെക്യൂരിറ്റിയെ നിർത്തിയിട്ടൊന്നുമല്ല ഞങ്ങൾ ഈ ഓഫീസിൽ ഇരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. ഇങ്ങനെ കാണുന്ന ഈ മാധ്യമ പ്രവർത്തകരും അല്ലെങ്കിൽ ഇതുപോലെയുള്ള സിനിമാ സംവിധായകരും ഒക്കെ മനസ്സിൽ കാണുന്നത് എന്താണ്? ഇവർ പാവങ്ങളാണ്, ഇവരെ പറ്റിക്കാം എന്ന് തന്നെയാണ്. ഞങ്ങളുടെ പ്രശ്നവും അവിടെ തന്നെയാണ്. ഞങ്ങൾ ഇവരെയൊക്കെ വിശ്വസിക്കുകയാണ്. ഇവർ തരുന്ന കാര്യങ്ങൾ, ഇവർ തരുന്നത് സത്യമാണ് എന്ന്, അവർ തരുന്ന രേഖകൾ സത്യമാണ് എന്ന് ഞങ്ങൾ അങ്ങ് വിശ്വസിക്കുന്നു. എന്നിട്ട് ഇതൊരു നല്ല കാര്യത്തിനാണെങ്കിൽ ഇത് ചെയ്തോട്ടെ എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അമല വർഷങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ അനുവദിച്ചു കൊടുക്കുന്നില്ല. അതിനൊരു കാരണം കൂടിയുണ്ട്. ഞങ്ങൾ ഈ ആശുപത്രിയെ കാണുന്നത് ഇതൊരു ആതുരാലയ, ദേവാലയ, വിദ്യാലയ സമുച്ചയമാണ്. ഞങ്ങളുടെ ഒരു ദേവാലയമായിട്ടാണ് ഞങ്ങൾ ഈ ആശുപത്രിയും ആശുപത്രിയുടെ പരിസരങ്ങളും കാണുന്നത്. ഞങ്ങളുടെ ഏറ്റവും വലിയ ആരാധനാലയമായിട്ടാണ് ഞങ്ങൾ ഇത് കാണുന്നത്. ഈ രോഗികളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും വലിയ, ഞങ്ങൾ മുറിവേറ്റ ക്രിസ്തുവിനെ കാണുന്നത് ഈ രോഗികളിലാണ്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ആശുപത്രി നടത്തുന്നത്. ഞങ്ങളൊരു ബിസിനസ്സുകാരല്ല, ഞങ്ങൾ മെഡിക്കൽ പേഴ്സൺസും അല്ല. പക്ഷെ ഈ മുറിവേറ്റ ക്രിസ്തുവിനെ രോഗികളിൽ കണ്ടപ്പോൾ അടങ്ങിയിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ഇത്തരം പ്രസ്ഥാനങ്ങളിലേക്ക് ഇറങ്ങുന്നു. അതൊരു ബിസിനസ് അല്ല, അതൊരു മെഡിക്കൽ പ്രൊഫഷനും അല്ല, മറിച്ച് ഈ ഒരു പാഷൻ, ഈ ഒരു കമ്മിറ്റ്മെന്റ്, രോഗികളോടുള്ള ഈ കമ്മിറ്റ്മെന്റ് ആണ് ഞങ്ങൾ ഇതിന് നിർബന്ധിക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ വളരെ തിരക്കിട്ട ജോലികൾ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ഞങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നു. ഇവർ വന്ന് പറയുമ്പോൾ ഞങ്ങളത് നല്ല കാര്യമാണെന്ന് വിചാരിച്ച് ഞങ്ങളത് സമ്മതിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അമല പോലെയുള്ള ഈ സ്ഥാപനത്തിൽ, ഇതൊരു മെഡിക്കൽ കോളേജാണ്, എന്നിട്ടും ഞങ്ങൾ ഇവിടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കാക്കുന്ന ചില കാര്യങ്ങളാണ്. സ്റ്റെറിലൈസേഷൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല. കുട്ടികളെ പഠിപ്പിക്കാൻ ചെയ്യണ്ടേ എന്ന് പറഞ്ഞാലും പറ്റില്ല എന്ന് തന്നെ ഞങ്ങൾ പറയുന്നു. അത് ക്രൈസ്തവ മൂല്യമായിട്ട് ഞങ്ങൾ കാണുന്നു. അബോർഷൻ ഇവിടെ സമ്മതിക്കില്ല. ഏത് കാരണം പറഞ്ഞാലും ഞങ്ങൾ അബോർഷൻ സമ്മതിക്കാതെ നിർത്തുന്നു.
അതിന് എവിടുന്ന് റിക്വസ്റ്റ് വന്നാലും ഞങ്ങൾ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ പറയും അത് കുട്ടികളെ പഠിപ്പിക്കാൻ അത് ചെയ്യണ്ടേ, വേണ്ട, അതിനുള്ള വേറെ എന്തെങ്കിലും മാനദണ്ഡങ്ങൾ എടുക്കണം എന്ന് മാത്രം ഞങ്ങൾ പറയുന്നു. വേറെ എത്രയോ ഇതുകളിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുകയോ അതൊക്കെ ചെയ്യാം. പക്ഷെ ഞങ്ങൾ ഇവിടെ വരുന്ന രോഗികളുടെ മേലോ ഇവിടെ വരുന്ന ആശ്രിതരുടെ മേലോ ഒരിക്കലും ചെയ്യാൻ ഞങ്ങൾ അത് സമ്മതിക്കുകയല്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സ്ഥാപനത്തെ ഇത്തരം ആളുകൾ വന്ന് പറ്റിക്കുന്ന നിലപാടുകൾ എടുക്കാനുള്ള സാധ്യതകളുണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, വ്യക്തമാണ്. ശ്രീ PC ജോർജ്, നേരത്തെ ഫാദർ റോയ് കണ്ണഞ്ചിറ സൂചിപ്പിച്ചതുപോലെ ഒരു എഗ്രിമെന്റിനെ കാറ്റിൽ പറത്തിയാണ് അവിടെ സിനിമാ ചിത്രീകരണം നടന്നത്. അത് തികച്ചും അധാർമികമല്ലേ? മറ്റൊരു കാര്യം ഫാദർ ജൂലിയസ് സൂചിപ്പിച്ചതുപോലെ ക്രൈസ്തവർ പാവങ്ങളാണ്, അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെന്റ് തലപ്പത്തിരിക്കുന്നവർ വൈദികർ പാവങ്ങളാണ് എന്നൊരു ധാരണയുടെ പുറത്ത് നിന്ന് ക്രൈസ്തവ സമൂഹത്തെ അവഹേളിക്കാൻ എന്തും ചെയ്യാൻ പറ്റും എന്നൊരു ധാരണയുടെ പുറത്തു നിന്നാണോ ഇത്തരം സിനിമകൾ പലപ്പോഴും നമ്മുടെ സഭാ സ്ഥാപനങ്ങളിൽ ചിത്രീകരണത്തിന് വേദികളാകുന്നത്? ശ്രീ PC ജോർജ്. ഞാൻ നമ്മുടെ ജോർജ് സേവർ ക്ഷമിക്കുക, ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. രണ്ട് വൈദികരും പറയുന്നത് നമ്മൾ കേട്ടു. രണ്ടിനെ പറ്റി എനിക്ക് അഭിപ്രായമുണ്ട്. നമ്മുടെ അറക്കലച്ചൻ പറഞ്ഞ് ഞങ്ങൾ പാവങ്ങളാണെന്നാണ് കരുതുന്നത്. അങ്ങനെ പൊട്ടന്മാരാണോ കേരളത്തിലെ ജനങ്ങള്? വിദ്യാഭ്യാസത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്റ്റേറ്റ് ആണ്. കാരണം സാക്ഷരത ഗുണപരമാണെന്ന് ഞാൻ പറയുന്നു. അങ്ങനെ ഒരാളുകൾക്ക് അറിയാം, അച്ഛന്മാരെന്ന് പറഞ്ഞാൽ 13 കൊല്ലമെങ്കിലും മിനിമം തിയോളജി ഉൾപ്പെടെ ഡിഗ്രി ഉൾപ്പെടെ എടുത്ത് നല്ലവണ്ണം പഠിച്ച് പാസ്സായിട്ട് അച്ഛനായിട്ട് നടക്കുന്ന ഈ അച്ഛന്മാരെന്നൊക്കെ എല്ലാവർക്കും അറിയാം. സഭ 15 വർഷമാണ് സാറേ. അത് ഞാൻ പറഞ്ഞു, 13 മിനിമം ഉണ്ട്. 15 വർഷം വരെ നിന്ന് വരുന്ന ഒരു വൈദികൻ പാവാണെന്നൊക്കെ അച്ഛൻ ഈ അറക്കലച്ചനല്ലാതെ ആരും പറയല്ല. ഒരു പൊട്ടനും അങ്ങനെ കണക്കാക്കില്ല. അച്ഛന്മാരെല്ലാം മിടുമിടുക്കന്മാരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് പെരുമാറുന്നത്. ഇവിടെ 2 അച്ഛന്മാരും പറഞ്ഞേ കേട്ടു. എനിക്ക് റോയി അച്ഛനോട് ഭയങ്കര സ്നേഹമാണ്, പേഴ്സണൽ ദീപിയിലെ അച്ഛൻ മാത്രം. പക്ഷെ എനിക്ക് റോയി അച്ഛനോട് ചോദിക്കാനുള്ള, അച്ഛൻ നിങ്ങൾ പറഞ്ഞില്ല, റോയി അച്ഛൻ പറഞ്ഞു എന്നാ ഈ ആശുപത്രിക്കാർ ഡയറക്ടർ പരാതി കൊടുത്തത്? സംഭവം നടന്നു ഒക്ടോബർ 22-ാം തീയതി. സിനിമാ പിടുത്തം, ജൂഡാനിൽ സിനിമാ പിടുത്തമായിട്ട് ഒക്ടോബർ 2020 അച്ഛൻ പരാതി കൊടുത്തതെന്ന ജൂലൈ 2021. ഞാൻ കറക്റ്റ് നോക്കിയിട്ട് പറയാൻ, എനിക്ക് കള്ളമൊന്നും പറഞ്ഞ കാര്യം. സിനിമ പുറത്തിറങ്ങി ഈ അടുത്ത കാലത്ത് സാറേ, അതാണ്. അപ്പൊ നമുക്കറിയില്ലല്ലോ ഈ സിനിമ പിടിച്ചിട്ട്. എന്നെ പണി നിങ്ങൾക്ക് ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഷൂട്ട് ചെയ്യാൻ കൊടുത്തിട്ട് അവർ ആരെങ്കിലും നോക്കി വെക്കണം, ഉത്തരവാദിത്വം ഇല്ലേ? എന്തിനു കൊടുത്തു? അത് തന്നെയല്ല ഇപ്പൊ നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്ന സമയമാണോ അച്ഛൻ? ഇത് അന്നേരം ഹൈക്കോടതി പോയി പടം നിരോധിക്കണ്ടേ? നിങ്ങൾ ഡയറക്ടർ അച്ഛൻ്റെ കയ്യിൽ ഈ കടലാസ് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ എന്തിന്റെ നോട്ടീസ് അടിച്ച്, ഈ നോട്ടീസ് അയക്കുക എന്ന് പറഞ്ഞാൽ ഒരു 6 കൊല്ലം കഴിഞ്ഞ് പടം നടന്നുകൊണ്ടിരിക്കും. ഈ പടത്തിന് കേന്ദ്ര ഗവൺമെന്റ് പരാതി കൊടുക്കണമായിരുന്നു, സെൻസർ ബോർഡിൽ പരാതി കൊടുക്കണമായിരുന്നു, നിങ്ങൾ ഹൈക്കോടതി പോയി തടയാമായിരുന്നു. സെൻസർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അറിഞ്ഞ് ഓക്കെ, റിലീസ് ചെയ്ത് ആ നിമിഷം ഹൈക്കോടതി പോകായിരുന്നു എഗ്രിമെന്റും കൊണ്ട് പടം തടയണമെന്ന്. പോയില്ലല്ലോ. ആ 31 ജൂലൈ 30 ഇന്ന് 8 ദിവസം അയാൾ പോയി പരാതി കൊടുത്തിട്ട് അയച്ചിട്ട് ഇനി പടത്തിന്റെ കിട്ടാനുള്ള കാശെല്ലാം കിട്ടിക്കഴിയുമ്പം അയാൾ വേറെ കേസ് കൂടെ കൊടുക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അച്ഛൻ, ഇതെന്താ ഇവിടെ കഴിഞ്ഞ 10 പച്ചയ്ക്ക് അങ്ങ് പറയാം, 10 വർഷമായി ഇവിടെ ക്രിസ്ത്യൻ സഭയെ, ആ സഭയോടൊപ്പം ഉള്ളവരെ അവഹേളിക്കുക എന്നത് ഇവിടുത്തെ ഒരു തൊഴിലാ. ആരാ? അങ്ങനെ ചില ക്രിസ്ത്യാനികളും ഉണ്ട്. അതായത് ബ്ലാക്ക് മാസ്. ഇവിടെ എറണാകുളത്ത് ഒരു വൈദികനുണ്ട്, വലിയ മാന്യനായിട്ട് കിടക്കുന്ന വൈദികൻ. നിങ്ങൾ എന്താ അയാളൊക്കെ വൈദികനായിട്ട് കൂട്ടുന്നത്? അതൊക്കെ സഭയിൽ നിന്ന് പുറത്താക്കാൻ പറയാം കർദിനാളിനോട്. അയാളോട് ബ്ലാക്ക് മാസിന്റെ ആളാണ്. കോടാനുകോടി രൂപ ചില അച്ഛന്മാരെ മനസ്സിലാക്കണം. ഞാൻ കേൾക്കുന്നതിന് ശ്രദ്ധിക്കണം, ചുമ്മാ ഒന്നും പറയാലേ. കോടാനുകോടി രൂപയാണ് മുടക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ല ഇവിടുത്തെ മുസ്ലിമിനെ ഹിന്ദുവിനെ ഒന്നും കുറ്റം പറയാൻ ആവശ്യമില്ല. ബ്ലാക്ക് മാസ് കത്തോലിക്ക സഭയെ ക്രിസ്ത്യൻ സഭയെ തകർക്കണം. എന്താ കാര്യം? ക്രിസ്ത്യൻ സഭയാണ് ഏറ്റവും ഉറച്ചു നിൽക്കുന്ന ദൈവവിശ്വാസികൾ. ഒരു യേശു എന്ന നാമധേയത്തിലാണ്. യേശു എന്ന നാമധേയത്തിന് പ്രാധാന്യമുണ്ട്. ക്രിസ്തു, അതാണ് പ്രശ്നം. ആ ക്രിസ്തുവിൽ അധിഷ്ഠിതമാണ് ക്രിസ്ത്യൻ സഭ. എല്ലാം ഓർത്തഡോക്സോ ബന്ധുക്കോസ്തോ ജാക്കോബൈറ്റ്സോ ഒക്കെ ആയിക്കോട്ടെ, അങ്ങനെ നിൽക്കുന്ന ഒരു സഭയായത്. ആ സഭയെ തകർക്കണം, വിശ്വാസപരമായി തകർക്കണം. ഇവിടുത്തെ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുക, വലിച്ചഴിക്കുന്ന നോക്കണ്ട. നാസ്തികനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് പറയും, നാസ്തികനായ എല്ലാവരുടെയും ആഗ്രഹം, 1% നാസ്തികൻ, ദൈവമില്ലെന്ന് പറയുന്നവർ 1% ഇല്ല. അവരുടെ ആഗ്രഹം ഏറ്റവും വൈരാഗ്യം ക്രൈസ്തവ സഭയാണ്. അവരെയാണ് തകർക്കാൻ. അവരെ തകർത്താൽ എല്ലാ വിശ്വാസവും തകർത്തെടുക്കാം.
ഇത് മനസ്സിലാക്കാനുള്ള വിവരം ക്രിസ്ത്യാനിക്കില്ല. അവിടാണ് നമ്മുടെ കുഴപ്പം. ഈശോ മറിയ യൗസേപ്പ് എന്ന് പറഞ്ഞ് പടം പിടിച്ച് എന്തുകൊണ്ട് എതിർക്കാൻ പറ്റിയില്ല? അച്ഛന്മാരൊന്ന് ആലോചിച്ച്. നമ്മൾ എതിർക്കേണ്ടതല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു 5-10 കൊല്ലം ആയിട്ട് ഇതിങ്ങനെ ചിന്തിക്കാറുണ്ട്. കാരണം ഇത് കടന്നു പോകുന്നു. എല്ലാ വിധത്തിലും തകർത്ത് കളയാം എന്ന നിലയിൽ ക്രിസ്ത്യൻ സമൂഹത്തെ എതിർത്തുകൊണ്ട് പോവുകയാണ്. ഇവിടുത്തെ ഹിന്ദുക്കളെ ആലോചിച്ചു. ഹിന്ദുക്കളുടെ ഗതി എന്താ? ഹിന്ദു സമൂഹം ഗതികേടില്ല. അവർക്ക് നേതാവില്ല. അവർക്ക് ഇവിടെ നമ്മുടെ കത്തോലിക്ക സഭയ്ക്കാണെങ്കിൽ മെത്രാന്മാരെങ്കിലും ഉണ്ട്, അച്ഛന്മാരുണ്ട്. ഹൈന്ദവ സമൂഹത്തിന് ആരുണ്ട്? SNDPക്കാണ് SNDP ഗുരുദേവന്മാരും പൂജാരിമാരും ഒക്കെ ഉണ്ടെന്ന് പറയാം. എങ്കിലും ഒരു കളക്റ്റീവായിട്ട് നേതൃത്വം കൂടെ പറ്റിയ ഒരു നേതൃത്വമില്ല ഹൈന്ദവ സമൂഹത്തിനും. ഹൈന്ദവ സമൂഹത്തിന്റെ ഗതി വളരെ ഗതികേടിലാണ്. ഞാൻ ഷക്കനെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നമ്മുടെ ക്രിസ്ത്യാനിയുടെ ജന്മം എന്ന് പറഞ്ഞാൽ 14 പേരാണ് ഒരു ദിവസം ജനിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ? 14 പേരേ ഉള്ളൂ ഒരു ദിവസം ഈ കേരളത്തില്. മുസ്ലിം ഇപ്പൊ എത്രയെന്നറിയാം? 43. ഹിന്ദു എവിടാന്നറിയോ? 41. അതിന്റെ ശതമാനക്കണക്ക് നോക്കുമ്പോഴാണ് പ്രശ്നം. നിങ്ങൾ അറിഞ്ഞിരിക്കണം, 1958 ക്രിസ്ത്യൻ സമൂഹം 25% ഇവര് ന്യൂനപക്ഷമല്ലെന്നും പറഞ്ഞ് ഹൈക്കോടതി കേസുണ്ടായതാണ്. അവസാനം കേസ് വിഡ്രോ ചെയ്തു ജഡ്ജിയുടെ കമന്റ് കേട്ടപ്പോൾ. കാരണം 25% തേങ്ങയില്ല, 2-3 പോയിന്റ് സംതിങ് കുറവുണ്ടായി, വിഡ്രോ ചെയ്തതാ. ആ ക്രിസ്ത്യാനിന്ന് എവിടെ നിൽക്കുന്നത്? ക്രിസ്ത്യാനിന്ന് 17 ഇല്ല. 17 എന്നൊക്കെ 16 എന്നൊക്കെ ശരിയല്ല, അതിനൊക്കെ താഴെ പോയി. മുസ്ലിം അന്ന് 16%, അവരിപ്പോ 28ആയി. എനിക്ക് ബഹുമാനം തോന്നുന്നു അവരോട്. അവരവരുടെ കാര്യം നോക്കുന്നത്. മുസ്ലിമിനെ കുറ്റം പറയേണ്ട, അവരെ അഭിനന്ദിക്കണം. ഹിന്ദുവും അനുഭവിക്കാൻ പോവാ. 55% കേരളത്തിലുള്ള ജനങ്ങളിൽ 55% ഹിന്ദുവാണ്. അവരുടെ വർധന ഈ 8 വർഷത്തെ എടുത്ത് നോക്കിയിട്ട് 2%. എങ്ങനെ ഹിന്ദുക്കൾ നിൽക്കും? ഞാൻ കണക്കൂട്ടി, ഇപ്പം നമ്മൾ 14 ജനിക്കുന്ന, മരണം 20 ഉണ്ട്. അങ്ങനെ നോക്കിയാൽ കമ്പ്യൂട്ടർ എടുത്ത് പരിശോധിച്ച് കണക്ക് നോക്കിക്കോളൂ. 20 വർഷം കേരളത്തിൽ ക്രിസ്ത്യാനി കാണുകയില്ല. 35 വർഷം കഴിയുമ്പം ഹിന്ദുവും കാണില്ല. വേണോ വേണ്ടോ തീരുമാനിച്ചോട്ടെ ക്രിസ്ത്യാനികൾ. ഞാൻ തിരിച്ചു വരാം ശ്രീ PC ജോർജ്. ഫാദർ റോയ് കണ്ണഞ്ചിറയും ഫാദർ ജൂലിയസും ഉത്തരം നൽകേണ്ട ചില പ്രധാനപ്പെട്ട വസ്തുതകളാണ് ശ്രീ PC ജോർജ് ഉന്നയിച്ചത്. നമുക്ക് അതിലേക്ക് വരാം. ശ്രീ ജോർജ് വലിയവീട്, നമുക്കറിയാം സാറാസ് എന്ന സിനിമയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതുപോലെ തന്നെ ഒട്ടനവധി ക്രൈസ്തവ അവഹേളനവുമായി ബന്ധപ്പെട്ട് അതിനെ ബേസ് ചെയ്ത് ചിത്രീകരിച്ച ഒട്ടനവധി സിനിമകളുടെ വേദി നമ്മുടെ സ്ഥാപനങ്ങൾ പലപ്പോഴും അതിന് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഇത് തികച്ചും ഒരു വിരോധാഭാസമല്ലേ? നേരത്തെ ഫാദർ റോയ് കണ്ണഞ്ചിറ സൂചിപ്പിച്ചതുപോലെ ഈ തെറ്റിദ്ധരിപ്പിച്ചും അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരു എഗ്രിമെന്റ് കാറ്റിൽ പറത്തിയും അതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ലേ? മറ്റ് എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മുടെ ക്രൈസ്തവ വിരുദ്ധ സിനിമകൾ നമ്മുടെ സഭാ സ്ഥാപനങ്ങളിൽ ചിത്രീകരിക്കുവാൻ ഇടയാക്കുന്നത്? ശ്രീ ജോർജ്. ഒത്തിരിയേറെ ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. കാരണം നമ്മള് സാറാസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. വർഷങ്ങളായി ഈ ജീവന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിൽ KCBC പ്രോലൈഫ് സമിതിയുടെ സംസ്ഥാന ആനിമേറ്റർ എന്ന നിലയിൽ എൻ്റെ ഒരു സംസ്ഥാന സമിതിക്ക് പ്രത്യേക കാഴ്ചപ്പാടുണ്ട്. ജീവന് വേണ്ടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോരടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പ്രോലൈഫ് സമിതി. അതുകൊണ്ട് തന്നെ ജീവനെതിരെയുള്ള ഒത്തിരിയേറെ സിനിമകൾ ഈ നാട്ടിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു അതിന്റെ പ്രധാന ഘടകം നിരവധി ക്രിസ്തീയ നാമധാരികളാണ് ഇതിന് മുൻപിൽ നിൽക്കുന്നത്. നമുക്കറിയാം സാറാസ് കൊണ്ടുവന്നിരിക്കുന്ന ക്രിസ്തീയ നാമധാരികളാണ്. ഇവരെ നമ്മുടെ സഭാ സ്ഥാപനങ്ങളില് സന്ദർശിച്ച സഭാ അധികാരികളെ കണ്ട് അവരെ എന്താ പറയുന്നത് സ്വാധീനിച്ച ഈ സിനിമകൾ പലതും നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ സഭാധികാരികൾ ചതിക്കപ്പെടുകയാണ്. ബൈബിളിലെ ഈശോ പറഞ്ഞ ഒരു വചനം നമ്മൾ ഓർക്കേണ്ടതാണ്. നിങ്ങളെ പ്രാവിന്റെ നിഷ്കളങ്കത വേണം, പാമ്പിന്റെ വിവേകവും. നമ്മളെ ചതിക്കപ്പെടുന്ന, ഞാൻ പറഞ്ഞത് ഇപ്പോൾ രാജഗിരി ഹോസ്പിറ്റൽ അധികൃതര് ചതിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അതില് എനിക്ക് തോന്നുന്നു 1-2 കാര്യങ്ങൾ ഇവര് സ്ക്രിപ്റ്റ് മൊത്തം വായിച്ചിട്ടില്ല. പിന്നെ ഒരു ഡീഡ് എന്ന് പറയുന്ന രീതിയിൽ ഒരു പത്രങ്ങളൊക്കെ വെച്ചുള്ള ഡീഡ് ഉണ്ടായിട്ട് എനിക്ക് കേട്ടിട്ട് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും പറഞ്ഞ് പോയി കാണുമായിരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ മേഖലകൾ കൊണ്ടുവന്ന ചതിക്കപ്പെട്ടതാണ്. ഈ സിനിമ എന്ന് പറയുന്നതിലും മറ്റൊരു ചതിയുണ്ട്. സിനിമ കാരണം ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത, ഈ ഓഗസ്റ്റ് മാസം 10-ാം തീയതി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ MTP എന്ന് പറയുന്ന ഒരു ആക്ട് കൊണ്ടുവന്നിട്ട് 50 വർഷമായ ദിവസം. MTP എന്ന് പറയുമ്പോൾ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, ഗർഭപാത്രത്തിലുള്ള
കുഞ്ഞുങ്ങളെ വധിക്കുവാനുള്ള നിയമം 3 മാസം വരെ ഒരു ഡോക്ടർ അനുവാദത്തോടെ, 2 മാസം വരെ 2 ഡോക്ടർ അനുവാദത്തോടെ ഈ ശിശുക്കളെ വധിക്കാമെന്നുള്ളൊരു നിയമം MTP ആക്ട് വന്നിട്ട് 50 വർഷം തികയുന്ന ഓഗസ്റ്റ് 10. ഈ ദിവസങ്ങളിലാണ് നമ്മൾ ഈ സിനിമയുടെ ഈ ഒരു ചർച്ച, സിനിമ ഒരു കാലിൽ കടന്നു പോയി കഴിഞ്ഞു, ആ ഒരു ചർച്ച വീണ്ടും വരുന്നത്. ഈ സിനിമയിൽ ഒരു ചതിയുണ്ട്, അതും നമ്മൾ പറഞ്ഞു പോകണം. ഇതുപോലെയാണ് പല മാധ്യമങ്ങളും നമ്മൾ ചതിക്കുന്നത്. സിനിമയുടെ ചതി എന്താ? ഒരു സ്ത്രീയുടെ അവകാശം പറഞ്ഞുകൊണ്ട് മറ്റൊരു വ്യക്തിയെ, ആ ഗർഭപാത്രത്തിലുള്ള വ്യക്തിയെ വധിക്കുക എന്ന് പറയുന്ന ചതി. അതിനെ ന്യായീകരിക്കുന്ന ജനതയെ വാർത്തെടുക്കുക എന്നുള്ള ഒരു ചതി. കാരണം നമ്മൾ ഈ സിനിമയിൽ പറയുന്നത്, എന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് നിങ്ങൾ കണ്ടു കാണും, നമ്മൾ ഇതിനുമ്പ് ചർച്ചയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു 10-12 ആഴ്ച പ്രായമുള്ള കുഞ്ഞാണ്. ഈ കുഞ്ഞിനെ വധിക്കുവാനുള്ള അമ്മയുടെ അവകാശത്തെ സംബന്ധിച്ചാണ് ആ സിനിമ പറയുന്നത്. നമുക്കറിയാം, പത്രത്തിൽ ബീജവും അണ്ടവും കൂടിച്ചേർന്ന നിമിഷം, സൈഗോട്ട് അഥവാ സിക്താണ്ഡം എന്ന് പറയുന്ന കുഞ്ഞ് രൂപപ്പെടുന്ന നിമിഷം ഷേപ്പ് ഇല്ലെങ്കിലും കുഞ്ഞിന്റെ ക്രോമസോമിലുള്ള ജീൻസ് പരിശോധിച്ചാൽ കുഞ്ഞിന് എത്രാമത്തെ വയസ്സിൽ പ്രഷർ വരും, എത്രാമത്തെ വയസ്സിൽ പ്രമേഹം വരും, എപ്പോഴാണ്, ഹൈറ്റ് എത്രയാണ്, നടപ്പെങ്ങനെയായിരിക്കും, കുടുംബ സവിശേഷത എന്തായിരിക്കും, ലിംഗവ്യത്യാസം എന്തായിരിക്കും, ഭാവിയിൽ ആ കുഞ്ഞ് എന്തായി തീരും എന്നുള്ള അപ്പൊ തന്നെ അറിയാം. ഷേപ്പിലെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഈ കുഞ്ഞ് ഏകദേശം 5 തൊട്ട് 7 വരെ ദിവസം സഞ്ചരിച്ച് ഗർഭപാത്രത്തിൽ വന്ന് ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് മറുപിള്ളയുണ്ടായി വളരുന്നു. ആ അമ്മയ്ക്ക് ഏകദേശം എന്റെ ഗർഭപാത്രത്തിൽ കുഞ്ഞായോ എന്ന് സംശയം തോന്നുമ്പോൾ, ഏകദേശം ഒരു 18-21 ദിവസം പ്രായമാകുമ്പോൾ കുഞ്ഞിന്റെ ഹൃദയം സ്വന്തം രക്തം പമ്പ് ചെയ്യാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും പോലെ എല്ലാ സ്വഭാവ സവിശേഷതയുമുള്ള ഒരു വ്യക്തി, ഈ വ്യക്തി അമ്മയുടെ ഗർഭപാത്രത്തിൽ കഴിയുമ്പോൾ ആ കുഞ്ഞിനെ വധിക്കുവാനുള്ള ഒരു അനുവാദം മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുക എന്ന് പറയുന്ന അധാർമികത, അതൊരു ചതിയിലൂടെയാണ് ഈ സിനിമ നമ്മിലേക്ക് കൊണ്ടുവന്നത്. കാരണം എന്താണ് അബോർഷൻ എന്ന് ഇന്നും പലർക്കും അറിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗർഭപാത്രത്തിലെ കുഞ്ഞ് ഏത് അവസ്ഥയിലാണെന്ന് പലർക്കും അറിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ ചതിയിലൂടെ പോകുന്നു എന്ന് വേണം പറയുന്നത്. കറക്റ്റ് തന്നെയാണ്. കേരളത്തിലെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ, അതിന് നേതൃത്വം കൊടുക്കുന്നവർ കുറച്ചുകൂടെ വിവേകം കാണിക്കണം, നിയമപരമായിട്ട് കൈകാര്യം ചെയ്യണം. ഈ ഒരു സിനിമ മാത്രമല്ല, ഒത്തിരി സിനിമകളും ഒത്തിരി സീരിയലുകളും ഈ അബോർഷനെയും മറ്റ് എന്താ പറയുക ധാർമ്മികതയെ തകർക്കുന്ന തിന്മകളെയും ന്യായീകരിച്ചുകൊണ്ട് വരുന്നുണ്ട്. സഭയുടെ പഠനമനുസരിച്ച് ലൈംഗികതയുടെ പ്രധാന ലക്ഷ്യം പ്രത്യുൽപാദനത്തിനുള്ള തുറവി, അല്ലെ പ്രത്യുൽപാദനവും ഭാര്യയുടെയും ഭർത്താവിന്റെയും സ്നേഹം പങ്കുവെക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ഇതിന് ഏതിലെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാലോ, ഇത് രണ്ടുമില്ലാതായല്ലോ, ആ ലൈംഗികതയൊക്കെ അധാർമികമാണ് എന്ന് സഭ പഠിപ്പിക്കുമ്പോൾ, അത് നമ്മൾ വിശ്വസിക്കുമ്പോൾ, ഈ ഒരു ധാർമ്മികതയെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള നിരവധി സിനിമകളും നിരവധി, ഞാൻ അതിലോട്ട് പ്രത്യേകം കടന്നു പോകുന്നു. ഇപ്പൊ വരുന്ന സിനിമകൾ മാത്രമല്ല, നേരത്തെയും ഉണ്ട്, ഇപ്പോൾ അത് ഒരുപാടാണ്. ഈ സിനിമകൾ കൊണ്ടുവരുന്ന, എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഈ ധാർമ്മികതയ്ക്കെതിരെ പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അധാർമികതയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹം ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് നവമാധ്യമങ്ങളിലും മറ്റും. ആ ഒരു സമൂഹത്തിന് സപ്പോർട്ട് നേടുവാനുള്ള ഒരു വലിയ ശ്രമം, അതിൽ നമ്മൾ ചതിക്കപ്പെടുന്നു. അത് ഉണ്ടാകരുത്. അതിനുള്ള ശ്രദ്ധ നമ്മുടെ സ്ഥാപനങ്ങൾക്ക്, നമ്മുടെ സ്ഥാപനം നടത്തിപ്പുകാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എന്റെ വ്യക്തമാണ്. ശ്രീ ജോർജ് സേവ്യർ, ഞാൻ തിരിച്ചു വരാം. ഫാദർ റോയ് കണ്ണഞ്ചിറ CMA, നേരത്തെ ശ്രീ PC ജോർജും ശ്രീ ജോർജ് സേവ്യറും ഉന്നയിച്ചതുപോലെ, അങ്ങ് പറഞ്ഞതുപോലെ ഈ സിനിമ ചിത്രീകരണത്തിന് മുമ്പ് ഒരു എഗ്രിമെൻ്റ് ഫോം ചെയ്തു. ആ സിനിമയെ സംബന്ധിച്ച ഒരു ഡിസ്കഷൻ ആ സ്ഥാപനത്തിൻ്റെ അധികാരിയുമായി സിനിമാ സംവിധായകൻ നടത്തി. പക്ഷേ നമ്മുടെ സ്ഥാപനത്തിൽ ഒരു സിനിമ ചിത്രീകരിക്കുമ്പോൾ, ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു മോണിറ്ററിങ് നമ്മുടെ സഭയുടെ ഭാഗത്തു നിന്ന് വരേണ്ടതല്ലേ? അക്കാര്യത്തിൽ ഒരു ജാഗ്രതാ കുറവ് നമുക്ക് സംഭവിച്ചിട്ടില്ലേ? സഭയുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടില്ലേ? ഫാദർ റോയ് കണ്ണഞ്ചിറ. തൃശ്ശൂരിലെ, കേരളത്തിലെ തന്നെ പ്രശസ്തമായ മെഡിക്കൽ കോളേജുകളിലൊന്നായ അമല മെഡിക്കൽ കോളേജിന്റെ ഡയറക്ടർ ജൂലിയസ് അച്ഛൻ. അദ്ദേഹം നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം പങ്കുവെച്ച ഒരു കാര്യമുണ്ട്. PC ജോർജ് സാറ് അതിനെ പിന്നെ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ കണ്ടെങ്കിൽ പോലും, ഞങ്ങളുടെ അടുത്ത് മനുഷ്യർ വന്ന് ഒരു ധാരണ പങ്കുവെക്കുമ്പോൾ അത് മനുഷ്യരെ വിശ്വസിക്കാൻ ഉള്ള ഒരു പരിശീലനം സെമിനാരിയിൽ ലഭിക്കുന്നത് കൊണ്ടും, മനുഷ്യർ എല്ലാവരും ദൈവമക്കളാണ് എന്ന് വിശ്വസിച്ച് ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും തുല്യരായി പരിഗണിക്കണം എന്നുള്ള കാത്തലിക് ചർച്ചിന്റെ, ക്രൈസ്തവ സഭയുടെ, കത്തോലിക്ക സഭയുടെ അടിസ്ഥാന മാനവികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു പരിശീലനം നേടുന്നത് കൊണ്ടും, കത്തോലിക്ക വൈദികർ, ഞങ്ങൾ CMI വൈദികർ മാത്രമല്ല, കത്തോലിക്ക വൈദികർ എല്ലാവരും എല്ലാ മനുഷ്യരെയും വാക്കുകൊണ്ട് പറയുന്ന ധാരണയിൽ വിശ്വസിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. വിശ്വസിക്കുകയാണ് പരസ്പരം.
അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ ഇത് വന്ന് പറഞ്ഞപ്പോൾ കൃത്യമായി തന്നെ ജോയി കിളിക്കുന്നതിലച്ഛൻ പറഞ്ഞിരുന്നു. കാരണം ഒരു രാജഗിരി ആശുപത്രി എല്ലാവർക്കും അറിയാം. രാജഗിരി ആശുപത്രി മാത്രമല്ല, എല്ലാ കത്തോലിക്ക സ്ഥാപനങ്ങളും ക്രൈസ്തവ ആതുരാലയങ്ങളും അമല ഉൾപ്പെടെ രാജഗിരി ഉൾപ്പെടെ കോവിഡ് കാലത്ത് ഏറ്റവും ആദ്യം എല്ലാ രോഗികൾക്കും വേണ്ടി തുറന്നു കൊടുക്കുവാൻ വിശാല മനസ്സ് കാണിച്ച ഒരു നന്മ മനസ്സിന്റെ കൂടാരങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിന്റെ സൽപ്പേര് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഓരോ സ്ഥാപനത്തിന്റെയും അധികാരികൾക്ക് നിശ്ചയമുണ്ട്. അതിനുവേണ്ടി വളരെ ജാഗ്രതയോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അതാണ് പി സി ജോർജ് സാറ് സൂചിപ്പിച്ചത്. എന്തുകൊണ്ടത് ധാരണ വ്യക്തമാക്കിയില്ല, അല്ലെങ്കിൽ നേരത്തെ തന്നെ പരാതി കൊടുത്തില്ല? കാരണം ഈ അദ്ദേഹം അതിലൂടെ സൂചിപ്പിച്ചത് ഈ സ്ഥാപനത്തിന്റെ സൽപ്പേര് നഷ്ടപ്പെട്ടു പോകുന്നത്, ഇവിടെ ഈ അബോർഷൻ നടത്തി എന്നുള്ളതിന്റെ പേരിൽ നിരവധി പേർ ക്രൈസ്തവ സമൂഹത്തെയും ഈ സ്ഥാപനത്തെയും ആക്ഷേപിച്ചുകൊണ്ട് നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുമ്പോൾ എന്തുകൊണ്ടത് നേരത്തെ തന്നെ പരാതി കൊടുത്തത് ബ്ലോക്ക് ചെയ്തില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചത്. തീർച്ചയായിട്ടും വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ടും ഇവരിത് തിരുത്തും. ഇവരിതിന് ഈ ആശുപത്രിയുമായിട്ട് നടത്തിയിട്ടുള്ള ധാരണ ഈ സിനിമ ടീം മാനേജ്മെന്റ് അവരിത് പാലിക്കുമെന്നുള്ളൊരു വിശ്വാസം ആശുപത്രിക്ക് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ചതിക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പ്രതികരിക്കുന്നതിൽ കാലതാമസം ഉണ്ടായി എന്നുള്ളത് ശരി തന്നെ. അതിന്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിനിമ ഈ ആശുപത്രി അധികൃതർ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്നാണ്. അതിന്റെ ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നത് കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് ഒരാശുപത്രിയിലും ഉള്ള ഡോക്ടർമാരോ നഴ്സുമാരോ ആശുപത്രി മാനേജ്മെന്റോ ഒരു എന്റർടൈൻമെന്റ് മൂഡിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ കാണുന്ന മൂഡിലേക്കോ ഒന്നും പോയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ ജൂലിയസ് അച്ഛൻ അത് കൃത്യമായിട്ട് പറയാം. ഞങ്ങളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളുടെ എല്ലാ ആശുപത്രിയിലുമുള്ള അച്ഛന്മാർക്ക് വേണ്ടിയും നഴ്സുമാർക്ക് വേണ്ടിയും ഡോക്ടർമാർക്ക് വേണ്ടിയും സിസ്റ്റേഴ്സിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കാരണം ഓരോ മനുഷ്യജീവനും അപാരമായ ഒരു മരണഭീതിയിലൂടെ ഓടി നടക്കുന്ന കോവിഡ് കാലത്ത് ആ ഒരു സമയത്ത് തന്നെയാണ് ഇവർ ഈ സിനിമ എടുത്ത് ഈ മനുഷ്യജീവനെ കൊല്ലാക്കൊല ചെയ്യുന്നതിന്റെ ദാരുണമായ ചിത്രം അവതരിപ്പിച്ചത് എന്നുള്ളിടത്താണ് ഇതൊരു അപമാനവീകരണമാണ് ഇവിടെ നടന്നത് എന്ന് ഞാൻ പറയാൻ കാരണം. ഇത് ആശുപത്രി അധികൃതരെ നമുക്ക് ആശിച്ച് കുറ്റപ്പെടുത്താൻ എനിക്ക് കഴിയുന്നില്ല. കാരണം അവര് കൃത്യമായ രേഖാമൂലമുള്ള അനുവാദം കൊടുത്തതാണ്. പക്ഷേ ഈ സിനിമ മാനേജ്മെന്റ് ആണ്, ഈ സിനിമ കമ്പനിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യത്വത്തോട് ചതി ചെയ്തത്. ജോർജ് എഫ് സേവിയർ സാഹിബ് പറഞ്ഞതുപോലെ മലയാളികളുടെ മാനവികതയോടുള്ള ചതിയാണ് അവർ ചെയ്തത്. ഒന്നാമത് ഒരു കോവിഡ് ബാധിച്ച ഒരു മനുഷ്യൻ ബാധിക്കരുതെന്ന് വിചാരിച്ച് സർക്കാർ ഉൾപ്പെടെ സകല ആൾക്കാരും ആയുസിനു വേണ്ടി ഓരോ മനുഷ്യന്റെയും പ്രാണൻ പൊത്തിപ്പിടിച്ച് ക്വാറന്റൈൻ, ലോക്ക്ഡൌൺ തുടങ്ങിയ റെഡ് സോൺ, റൂട്ട് മാപ്പ് തുടങ്ങിയ പുതിയ പദങ്ങളൊക്കെ നമ്മുടെ മലയാളിയെ പഠിപ്പിച്ച് ഇങ്ങനെ ഒരു പുതിയ സാമൂഹിക കരുതലിന്റെ ഒരു പ്രാണന് കരുതൽ കൊടുക്കുന്ന ഒരു സാമൂഹിക ക്രമം രൂപപ്പെടുത്തുന്നതിനിടയിലാണ് സ്വയമായി ചിന്തിക്കാനും ഭാവിയെപ്പറ്റി വിചാരമുണ്ടാക്കുവാനും പ്രായമാകുന്ന ഒരു ഭ്രൂണത്തെ അരിങ്കൊല ചെയ്യുന്നതിന്റെ ചിത്രം ഒരു ആശുപത്രിയിൽ വെച്ച് തന്നെ എടുത്തത് എന്നുള്ളത് കൊണ്ടാണ് ഈ സിനിമ നിർമ്മാതാക്കൾ മനുഷ്യത്വരഹിതമായ നടപടിയാണ് എടുത്തത്. അത് ശക്തമായ പ്രതിഷേധത്തിന് കാരണമാകേണ്ടതാണ് എന്ന് ഞാൻ പറയാൻ കാരണം. ഓക്കെ, വ്യക്തമാണ്. ഒരു ചതിയിലൂടെയാണ് ആ ഒരു സിനിമ അവിടെ ചിത്രീകരിക്കപ്പെട്ടത് എന്നൊരു വസ്തുതയാണ് ഫാദർ റോയ് കണ്ണഞ്ചർ ഉന്നയിച്ചത്. ഫാദർ ജൂലിയസ്, നേരത്തെ ശ്രീ പി സി ജോർജ് ഉന്നയിച്ച ചില വസ്തുതകളോടുള്ള അങ്ങയുടെ പ്രതികരണം എന്താണ്? ഒരു ജാഗ്രതക്കുറവ് സഭയ്ക്ക് സംഭവിച്ചിട്ടുണ്ടോ ഈ വിഷയത്തിൽ? ഫാദർ ജൂലിയസ്. ഇതില് ജാഗ്രതക്കുറവ് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇതിലിപ്പോൾ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഞാൻ വിട്ടുകൊടുത്തില്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാക്കാൻ, ഒരു സെറ്റ് ഉണ്ടാക്കാൻ ഒരു സിനിമക്കാർക്ക് എന്താണ് ഒരു ബുദ്ധിമുട്ടുള്ളത്? അപ്പോൾ അതൊരു വിഷയമേ അല്ല. എത്രയോ പള്ളികൾ അവരുണ്ടാക്കിയിരിക്കുന്നു. ഇതൊക്കെ ഒറിജിനൽ പള്ളികളാണ്. പള്ളി വിട്ടുകൊടുക്കരുതെന്നും ആശുപത്രി വിട്ടുകൊടുക്കരുതെന്നും തന്നെയാണ് ഞാനിപ്പോഴും വാദിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചു, ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഒരു ദേവാലയമാണ്. ഞങ്ങൾ ദൈവാരാധന നടത്തുന്ന സ്ഥലമാണ്. കുർബാന ചൊല്ലുന്ന സ്ഥലം മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഓരോ വാർഡുകളും ഞങ്ങളുടെ ആരാധനാ സ്ഥലമാണ്. അവിടെയുള്ള പേഷ്യൻസ് മുഴുവൻ ഞങ്ങൾ അവിടെ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ വാചകം തന്നെ പറയുന്നു, ഞങ്ങൾ മുറിവേറ്റ ക്രിസ്തുവിനെ തന്നെയാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് അങ്ങനെ വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന, പവിത്രമായിട്ട് കാണുന്ന ഈ സ്ഥാപനത്തെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. അത് ആരും വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എന്റെയും വാദം.
പക്ഷെ അതിനപ്പുറത്ത് നമ്മളിപ്പോ 2 സബ്ജക്ട് സംസാരിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ഇത് വിട്ടുകൊടുക്കണ്ട എന്ന് വാദിക്കുന്ന ആളാണ് ഞാൻ. കാരണം അവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഇപ്പോൾ തെളിയിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളെ വിശ്വസിക്കാൻ പറ്റില്ല. അതിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. എൻ്റെ പേഴ്സണൽ അനുഭവം, ഒരു സിനിമയ്ക്ക് വേണ്ടി ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞാനത് വിട്ടുകൊടുത്തിട്ടുണ്ട്. നമ്മളുടെ അടുക്കൽ വന്ന് പറയുന്ന ആള് നമ്മുടെ സുഹൃത്തായിരിക്കും. ഒരു പ്രശ്നം ഉണ്ടാവില്ല, 10 മിനിറ്റിന്റെ കാര്യമുള്ളൂ, ഞങ്ങൾ വരുന്നു പോകുന്നു. ഞാനന്ന് ഒരു പ്രാവശ്യം, അന്ന് എന്റെ തുടക്കത്തിലാണ്, ഒരു ഏകദേശം 20 വർഷം മുമ്പ്, അന്ന് ഇത് വിട്ടുകൊടുക്കുന്നു. വലിയ ആളുകൾ വരുന്ന സിനിമയാണ്, ആയിക്കോട്ടെ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. പേഷ്യന്റ് കുറവുള്ള ഒരു സമയം വിട്ടുകൊടുക്കും. ഇവരൊരു ദിവസം മുഴുവൻ ഈ ആശുപത്രി അങ്ങ് അടക്കി ഭരിച്ചു. എന്റെ അടുക്കൽ വന്ന ആളുകളെ കാണാനില്ലായിരുന്നു. അപ്പൊ ആ ഇൻഡസ്ട്രി അങ്ങനെയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നമ്മളുടെ സ്ഥാപനത്തെ നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കില്ല എന്ന് തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ വിഷയം അതല്ല. ഇവിടെ ഇതല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഇവർ തിയേറ്റർ സെറ്റ് ചെയ്യാൻ എന്തും പ്രയാസമുണ്ട്? ഒരു പ്രയാസവും ഇല്ല. ഒരു സെറ്റ് ഉണ്ടാക്കാൻ ഒരു പ്രയാസവും ഇല്ല. ഈ ആശയത്തോടാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. നേരത്തെ ജോർജ് സാർ പറയുന്ന പോലെ, പ്രോലൈഫിന്റെ ജോർജ് സാർ പറയുന്ന പോലെ, ഇത് നമ്മൾ എന്തുമാത്രം ജീവന് മൂല്യം കൊടുക്കുന്നുണ്ട്, ജനങ്ങൾ മൂല്യം കൊടുക്കുന്നുണ്ട്, അവിടെയാണ് പ്രധാനപ്പെട്ടത്. ഞങ്ങൾ ഇവിടുത്തെ വിദ്യാർത്ഥികളെ, മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളെ, ഡോക്ടർമാരോടും ആവർത്തിച്ച് പറയുന്നത്, ഇവിടെ വരുന്ന രോഗികൾ അതിൽ പ്രായമില്ല. 99 വയസ്സല്ലേ, ഇനി അങ്ങ് ക്ഷമിക്കാം എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. നമ്മൾ ട്രീറ്റ് ചെയ്തേ പറ്റൂ എന്ന് നമ്മൾ പറയാറുണ്ട്. പ്രായമായില്ലേ? അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഈ ഭ്രൂണം എന്ന് പറയുന്നിടത്ത് തൊട്ട് തുടങ്ങണം ജീവൻ. അവിടെ ജീവൻ കൊടുക്കാനുള്ളവരാണ് ഡോക്ടർമാരെന്ന് പഠിപ്പിക്കുന്നവരാണ് ഞങ്ങൾ. ആ പഠനത്തിന് വിരുദ്ധമായിട്ടാണ് ഇത്തരം കാഴ്ചകൾ കുട്ടികളുടെ മനസ്സിലേക്ക് ഈ സിനിമയിലൂടെ എത്തിക്കുന്നത്. അത് വലിയ ദീർഘകാലത്തേക്ക് വലിയ ദൂഷ്യം ചെയ്യും. അതിനോടാണ് നമ്മൾ പ്രതികരിക്കുന്നത്. അതിനോടാണ് ഞങ്ങൾക്കുള്ള വിഷമം. സ്ഥലം വിട്ടുകൊടുത്ത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഞങ്ങൾ ചീറ്റ് ചെയ്യപ്പെടും എന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇനി തുടർന്നോളാം, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. പക്ഷേ ഇത്തരം ആശയങ്ങൾ പങ്കുവെക്കുന്നതിനെ എങ്ങനെ നമ്മൾ എതിർക്കും? ക്രൈസ്തവ സമൂഹം മാത്രമല്ല, ലോക സമൂഹം എതിർക്കണം. അതാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നത്. വ്യക്തമാണ്. ശ്രീ PC ജോർജ്, പലപ്പോഴും ക്രൈസ്തവ വിരുദ്ധ സിനിമകൾ ചിത്രീകരിക്കുവാൻ, നമ്മുടെ സ്ഥാപനങ്ങൾ ഉപയോഗിക്കപ്പെടുവാൻ സ്ഥിരമായി ക്രൈസ്തവ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നവരെ ഇക്കൂട്ടർ കരുവാക്കുന്നുണ്ടോ? ശ്രീ PC ജോർജ്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ സെക്രട്ടറിയോട് പറഞ്ഞല്ലോ, ഒരു 10 വർഷം പോലും ഇങ്ങോട്ട് എടുത്തോളൂ, നമ്മുടെ ക്രൈസ്തവ സഭയെ പേഴ്സണലായിട്ട് അപമാനിക്കണം, ഇല്ലാതാക്കണം നിർബന്ധിച്ച് ഇറങ്ങിയിരിക്കുക കുറെ എണ്ണം. അതിനകത്ത് ക്രിസ്ത്യൻ നാമധാരികളും ഉണ്ട്. ഞാൻ തർക്കിക്കുന്നത്, ക്രിസ്ത്യൻ നാമധേയം ഉള്ള ആളുകളും അതിനകത്തുണ്ട്. അവനൊക്കെ പറഞ്ഞ ബ്ലാക്ക് മാസിന്റെ ആളുള്ള പണത്തിന് വേണ്ടി സ്വന്തം അമ്മയെ പോലും വിൽക്കുന്നവനാണ്. അവനെയൊക്കെ പിന്നെ നന്നാക്കാൻ നമുക്ക് പറ്റുമോ? ഇവിടെ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ ജോർജ് സേവറുണ്ട്, അദ്ദേഹത്തിന് 5 മക്കളാണ്. പാലാ രൂപത്തിലാണെങ്കിൽ മാസം 1500 ഞങ്ങളുടെ പിതാവ് കൊടുക്കും. പത്തനംതിട്ടയിലാണ് 2000 രൂപ കൊടുക്കും മാസം. ആ കുടുംബത്തിന് ഉത്തരവാദിത്വം. അതാണ് സഭ, ക്രൈസ്തവ സഭ ജീവൻ കൊടുക്കുന്ന വിലയുടെ കാരണം. എന്താ കാര്യം? മാർപ്പാപ്പാരുടെ ചാക്രി ലേഖനത്തിലും ഒരു കാരണം, ഇവിടെ അറക്കിലച്ചൻ പറഞ്ഞോളൂ, ഒരു മനുഷ്യജീവൻ കൊല്ലാൻ ആർക്കും അവകാശം ഇല്ല. അങ്ങനെ സ്നേഹപ്രകടനത്തിനിടയ്ക്ക് ഗർഭം ധരിച്ചു പോയാൽ ഉടനെ അതിനെ ഒരുക്കിക്കോണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കുന്ന അറക്കിലച്ചൻ പറഞ്ഞതുപോലെ പറ്റുമോ? അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച ആ പ്രസവ ചെലവും 1500 രൂപ കൊടുത്തേക്കാന്ന് പാലാ രൂപത പറഞ്ഞ്, അതിനിവിടെ ചാട്ടമായിരുന്നു എല്ലാവരും. ഞാൻ അവരെ വർത്താനം നാളും ഞാൻ പറയേണ്ടി വന്നു. മടുക്കും വല്ലതും പറഞ്ഞു പോകുന്നു, പിണങ്ങിട്ടൊന്നും കാര്യമില്ല. അത് ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടുത്തെ ക്രൈസ്തവ സഭയും ഹൈന്ദവ സഭയും മുസ്ലിം സഹോദരനും, ഈ 3 പ്രമുഖ സമുദായങ്ങളും ആലോചിച്ചുകൊണ്ട് ഈയനം നീക്കത്തിനെതിരെ കൂട്ടായ പരിശ്രമം നടത്തേണ്ടതായിട്ടുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ പറ്റിയാണ് ഇപ്പോ ഈ ഒരു ഇപ്പൊ പറഞ്ഞല്ലോ, അറക്കിളച്ച ഈ ഗർഭച്ഛിദ്രൂപത കാണിച്ചിരിക്കുക പള്ളി, നമ്മുടെ സ്വന്തം ആശുപത്രിയിൽ. ആ ആശയം വെച്ച് ഒരു മുസ്ലിം സ്ത്രീയാണ് കാണിക്കുന്നെങ്കിൽ കാണായിരുന്നു. കാല് വെട്ടിക്കളഞ്ഞതിന് വേണ്ടിയൊക്കെ അറിയാവും. നമ്മുടെ രൂപതയുടെ പേരിൽ അല്ല ഇടവകയുടെ പേരിൽ നിർബന്ധമായി നമുക്ക് സ്ക്വാഡുകളൊക്കെ ഉണ്ടാകണം, അതിനൊരു ലീഡർഷിപ്പ് ഉണ്ടാകണം. ഇപ്പൊ എന്നെ അച്ഛന്മാരും എന്നല്ലാതെ അന്മനികളെ പറ്റി ചിന്തിക്കട്ടെ. അന്മേനി ഇല്ലാതെ അച്ഛനുണ്ടോ? അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എന്നെ ഓർക്കുന്നുണ്ട്, 80, 82, 87 കാലത്ത് ഞാൻ MLA ആയിരിക്കുമ്പോൾ, ആ കാലത്തിൽ 80 MLA ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചിത്രകാരൻ
അവൻ ഒരു മരത്തിൽ ഇങ്ങനെ ഒരു സ്ത്രീ കംപ്ലീറ്റ് നേക്കറായിട്ട് ഇങ്ങനെ വളഞ്ഞു കെട്ടിപ്പിടിച്ചിരിക്കുക. അതിന്റെ അടിയിൽ സീതാദേവി എന്ന് മതിയോ? സീതാദേവി ആരാ? ഭാരത സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ, ഭാരത വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സീതാദേവി പവിത്രതയുടെയും ചാരിത്രത്തിന്റെ സംരക്ഷണത്തിന്റെ ഏറ്റവും വലിയ മൂല്യം കൽപ്പിച്ച സ്ത്രീ രത്നമാണ്. ആ സീതാദേവി അവൻ വരച്ചു വെച്ചിരിക്കുക. ഞാൻ അതിന്റെ അടിയിലോട്ട് ആ പടം എടുത്തേച്ച് സീതാദേവി എന്നുള്ള വെട്ടിച്ച് അതിന്റെ അടിയിൽ ആ കലാകാരന്റെ, ലോകത്ത് ഏറ്റവും വലിയ ചിത്രകാരന്, അവന്റെ പേര് കഴിച്ച് അവന്റെ അമ്മയുടെ പടം എന്ന് എഴുതി. എത്ര ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവന്റെ അമ്മയുടെ പടം അതെന്ന് കേട്ട് അവൻ അയച്ചു കൊടുത്തു. പിറ്റേ ദിവസം വിഡ്രോ ചെയ്തു. മനസ്സിലായോ? അവന്റെ അമ്മയുടെ പടമാണ്. സീതാദേവി എന്ന് പറയുന്നതിന് അവന്റെ അമ്മയുടെ പടം അവനെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലേ? പറയണ്ടേ? ഇതൊക്കെ പ്രതികരിക്കാത്തതുകൊണ്ട് വരുന്ന കുഴപ്പമാണ്. ഞാൻ തീരുമാനം തന്നെ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇവിടെ രണ്ട് അച്ഛന്മാരുണ്ട്. അവർ പറയുമ്പോൾ അച്ഛന്മാരുടെ കാര്യമില്ലേ പറയുള്ളൂ. അൽമേനിയുടെ കാര്യം അവർ പറയാൻ എന്നാ കുഴപ്പം അവർക്ക്? ഞങ്ങൾ അച്ഛന്മാർ, നിങ്ങളെ വൈദികർ. ഞാനിപ്പോ തുറന്ന ഷക്കീനയായിട്ട് പറയുക, നമ്മളെ ചെയ്യേണ്ടത് എന്താ? എനിക്കൊരു സന്തോഷത്തോട് പറയട്ടെ, ഞാൻ ഇത്രയും നാൾ വേണമെന്ന് ഒരു മനുഷ്യനും എന്നെ അഭിനന്ദിക്കണമെന്ന് ഞാൻ പറയാറില്ല. എനിക്ക് ആരുടെ അഭിനന്ദനവും വേണ്ട. പക്ഷെ ഒരു കാര്യം ഉണ്ടായി ഇന്നലെ. എൻ്റെ ഒരു കസിൻ കീരഞ്ചിറ പെരുവന്താനത്ത് ഒരു കസിൻ മരിച്ച്, അതിന് 41 അവിടെ ചെന്നു. അവിടെ പള്ളി കുർബാന കഴിഞ്ഞ് ഞാൻ ഇറങ്ങാൻ നോക്കിയപ്പോൾ പള്ളിയിൽ വിചാരിച്ച് ഓടി നമ്മുടെ മദ്ബഹായി നമ്മുടെ അൾത്താരെ വന്നു. 1 മിനിറ്റ് എല്ലാവരും നിൽക്കാൻ പറഞ്ഞു. ഞാനും നിന്ന് സേവിച്ച് വിചാരിച്ചല്ലേ, എന്താണെന്ന് അറിയത്തില്ലല്ലോ, എനിക്ക് പരിചയമില്ലാത്ത അച്ഛനെ. അച്ഛൻ പറഞ്ഞു, ഇവിടെ നമ്മുടെ ഈ കുർബാനയിൽ നമ്മുടെ പ്രിയങ്കരനായ PC ജോർജ് പങ്കെടുത്തിട്ടുണ്ട്. ആ PC ജോർജ് സഭയ്ക്ക് വേണ്ടിയും നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടിയും മനുഷ്യ സമൂഹത്തിനും വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഈ നാടിനും എനിക്കും ഈ ഇടവകയ്ക്കുള്ള അഭിനന്ദനം PC ജോർജിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു വൈദികനെങ്കിലും പറഞ്ഞപ്പം ആരുടെ അഭിനന്ദനത്തിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. പക്ഷേ അത് കേട്ടപ്പോൾ എൻ്റെ പൊന്ന് ഷക്കീന, എൻ്റെ ജീവിതത്തിൽ ഇനി മരിച്ചാൽ പോലും എനിക്കൊരു ദുഃഖം തോന്നി. ഒരു വൈദികനെങ്കിലും ഇടവ വികാരിയാ, പെരുവന്താനം പള്ളി ഇടവ വികാരിയാ പറഞ്ഞത്. അവിടെ കൂടിയിരിക്കുന്നത് എൻ്റെ ബന്ധുക്കളാണ്. കാരണം മരിച്ചത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകന്റെ മകനാണ്. ഞാൻ പറഞ്ഞത്, അങ്ങനെ പറയാനും അങ്ങനെ ചിന്തിക്കാൻ എത്ര വൈദികരുണ്ട്. ഈ സഭ നന്നാകണമെങ്കിൽ നമ്മുടെ രൂപതകളിൽ തന്നെ അതിനുള്ള പ്രവർത്തനം ആരംഭിക്കണം. ഇതുപോലെ ഇപ്പൊ ഫഹദ് ഫാസിന്റെ ഒരു സിനിമ ഓടുക, നമ്മളാരും മിണ്ടിയിരുന്നില്ല. അങ്ങനെ ഒരെണ്ണം ഒരു തിയേറ്ററിൽ ഇറങ്ങിയാൽ വിടുകയില്ല. തിയേറ്റർ കത്തിക്കുന്നു വന്നാൽ പിന്നെ ഇത് പടം ഇറങ്ങിയാലെന്നീ അത് സുഖനിർത്തി പൊക്കോളും. ഇതിപ്പോ അച്ഛന്മാരെല്ലാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയും കൊണ്ടിരിക്കും. ഒരു 20 കൊല്ലം കഴിഞ്ഞാൽ ആമയും നീർന്ന് വേറെ വല്ലതും ആവും. അതാണ് ഗതി. ഇത് മനസ്സിലാക്കണം നമ്മൾ വൈദികരെ. ഈ ഫഹദ് ഫാസിന്റെ എനിക്ക് അഭിപ്രായത്തിൽ ഞാൻ ഇന്നലെ വിളിച്ചു നോക്കി, കിട്ടിയില്ല 2 വർത്തമാനം പറയാൻ. അവനെ പോലെ ഒരു നല്ലൊരു നടനെ അവനെ ഇതുകൊണ്ട് വൃത്തി കാണിക്കാവൂ? ക്രൈസ്തവ സഭ ഇതുപോലെ അപമാനിക്കാവൂ? മോശമല്ലേ? ഇതൊക്കെ തടയാനുള്ള ശക്തമായ ഇടപെടൽ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ജൂഡ് ആന്റണി ക്രിസ്ത്യാനിയാ. അവൻ ജൂഡാന്റണി ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? പള്ളിപ്പോക്കും പള്ളി അമ്മനും ആശാനും പിന്നെ അപ്പനെ ഏതാന്ന് അവനെ വൃത്തി നടക്കില്ലേ? പിന്നെ അവനൊക്കെ തന്നെ ഇതുപോലെ അവന് കാശ് മതി. കാശ് വേണ്ടി എന്ത് വൃത്തികേട് കാണിക്കും. അപ്പൊ അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ നമ്മൾ എതിർക്കാൻ പഠിക്കണം. ഈ പടം ജൂഡാന്റണിയുടെ പടം സാറാ സിനിമ വരുമ്പോ ഇറങ്ങിപ്പോയി. മനസ്സിലായില്ലേ? എന്തൊരു കഷ്ടകാലം. നമുക്ക് വിശ്വാസത്തിനെതിരായ നീക്കത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തണം. പിണറായി വിജയന് പോലീസ് ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യട്ടെ, കാണാം. എവിടെ പോലീസ്? ഞാൻ എന്താ പോലീസിനെ കാണുകൊണ്ടേ പറഞ്ഞു. ഒന്നും കാര്യമില്ല. ശക്തമായ ഇടപെടൽ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതുണ്ടാകുന്നില്ല എന്ന വലിയ അപചയം നമുക്കുണ്ടെന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. വ്യക്തമാണ്. വിശ്വാസത്തിനെതിരായിട്ടുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തണമെന്ന പ്രസക്തമായ ആശയമാണ് ശ്രീ PC ജോർജ് ഉന്നയിച്ചത്. ശ്രീ ജോർജ് സേവ്യർ, നേരത്തെ അങ്ങ് ഉന്നയിച്ചതുപോലെ ഈ MTP ആക്ടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്ന പല സിനിമകളും പ്രോലൈഫ് ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമായ സിനിമകളാണ്. ഈ സിനിമകൾ കാണുന്ന നമ്മുടെ യുവജനങ്ങളിൽ പലപ്പോഴും പ്രോലൈഫിന് വിരുദ്ധമായ ആശയങ്ങൾ കുത്തിനിറയ്ക്കപ്പെടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രോലൈഫ് മേഖലയിൽ സഭയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കേണ്ടതല്ലേ ശ്രീ ജോർജ് സേവ്യർ? ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഇപ്പൊ പറഞ്ഞ ഒരു കാലഘട്ടം കൂടെ ഒന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഓഗസ്റ്റ് 10. ഈ 10-ന് നമുക്ക് എന്താ പറയുന്നത്, MTP വന്ന് 50 വർഷമായ ദിവസമാണ്.
നമുക്കറിയാം MTP ആക്ട് വരുന്നതിന് മുമ്പ് 3 വർഷം കഠിന തടവും 500 രൂപ പിഴയും ഉണ്ടായിരുന്ന കൊലപാതകമായിരുന്നു ഗർഭഛിദ്രം അല്ലെങ്കിൽ ഭ്രൂണഹത്യ. പക്ഷേ ഈ ഒരു നിയമം വന്നപ്പോൾ ജനം പറയാൻ തുടങ്ങി സർക്കാർ അംഗീകരിച്ചതിൽ പിന്നെ നമ്മൾ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് പറയുന്ന ഒരു സമയമായി. അതനുസരിച്ചിട്ട് അന്ന് ഉണ്ടായിരുന്ന അബോർഷന്റെ എത്രയോ ഇരട്ടി എന്ന് വെച്ചാൽ കൊലപാതകത്തെ നിയമവൽക്കരിച്ചപ്പോൾ കൊലപാതകം കൂടി. പിന്നീട് സംഭവിച്ചെന്താ, ഇപ്പോൾ ആ പുതിയ നിയമം വരുന്നു. ഈ 5 മാസം എന്ന് പറയുന്നത് 6 മാസമാക്കാനും പ്രസവത്തിന് തൊട്ട് മുൻപ് വരെ ചില കാരണങ്ങളുടെ പേരിൽ ഗർഭപാത്രത്തിലുള്ള ശിശുവിനെ വധിക്കാമെന്നോ. അതായത് ഈ പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ ശിശുവിനെ അമ്മയെങ്ങാനും കളഞ്ഞാൽ ആ അമ്മയ്ക്കെതിരെ കൊലപാതകത്തിന് കേസെടുക്കുന്ന ഒരു നാട്ടിലാണ് ഈ പുതിയ നിയമം വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് കാണേണ്ടതാണ്, വലിയ കുടുംബങ്ങളെ സഹായിക്കുവാൻ സഭ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ അതിനെ വളരെ മോശമായിട്ട് എതിർക്കപ്പെടുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് മാധ്യമങ്ങൾ എടുത്തു നോക്കിയാലും നവമാധ്യമങ്ങൾ എടുത്തു നോക്കിയാലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പണ്ടൊക്കെ നമ്മൾ സീരിയലിനെയും സിനിമയും മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ജനത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് നവമാധ്യമങ്ങളാണ്. കാരണം ഫേസ്ബുക്കും വാട്സപ്പും പിന്നെ അങ്ങോട്ട് ഇൻസ്റ്റാഗ്രാമും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പലതും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പൊ തന്നെ ക്ലബ് ഹൗസ്, ഇങ്ങനെ ഓരോന്ന് വരികയും അവിടെ എല്ലാം സംഭവിക്കുന്നത് ക്രിസ്തീയ ധാർമ്മികതയെ ചോദ്യം ചെയ്യുകയാണ്. PC ജോർജ് സാർ പറഞ്ഞതുപോലെ കേരളത്തിലെ സൈറ്റാൻ വർഷിപ്പുകാരുണ്ട്. ഈ ഭ്രൂണഹത്യയുടെ പുറകില് എന്താ പറയുന്ന കോസ്മെറ്റിക് ഉണ്ടാക്കുന്ന കമ്പനികളുടെ ആളുകളുണ്ട്, അവയവ മാഫിയ ഉണ്ട്. ക്രിസ്തീയ ധാർമ്മികത തകർക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അധാർമികമായ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടത്തുവാൻ കഴിയുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ കഴിയും എന്നുള്ള ഒരു ബോധ്യം അനേകരുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഇതിന്റെ പുറകിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. നമ്മൾ വേണ്ടത് ക്രൈസ്തവ സമൂഹം അല്ലെങ്കിൽ കത്തോലിക്ക സഭ, ഒരിക്കൽ യൂറോപ്പിലെ സഭ പറഞ്ഞു ഇത് പ്രോ ലൈഫ് ചർച്ച് എന്നാ പറഞ്ഞത്. യൂറോപ്പിലെ സഭ പ്രഖ്യാപിച്ചു ഞങ്ങൾ പ്രോ ലൈഫ് ചർച്ചാണ്. കാരണം ആ നാട്ടിൽ സഭ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ PC ജോർജ് സാർ എടുത്തു പറഞ്ഞു എനിക്ക് 5 മക്കളാണ്. എനിക്ക് നല്ലൊരു സൗഹൃദ വലയമുണ്ട്. അതില് 10 മക്കളുള്ളവരുണ്ട്, 9 മക്കളുള്ളവരുണ്ട്, 8 മക്കളുള്ളവരുണ്ട്. എനിക്ക് കുറവാണ് മക്കൾ. ഞങ്ങള് വർഷങ്ങൾക്ക് മുമ്പേ KCBCക്ക് സമർപ്പിച്ച ഒരു നിർദ്ദേശമാണ്. ഒരു കാര്യം ജോർജ് സാറിനോട്, ജോർജ് സാറിന് 5 മക്കളുണ്ട്. ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, എനിക്ക് ബഹുമാനം തോന്നുന്നു. ഇന്ത്യ മഹാരാഷ്ട്ര എല്ലാം കൂടി 5 മക്കളിൽ കൂടുതലുള്ള ക്രിസ്ത്യൻ കുടുംബങ്ങൾ 226 ഉള്ളു, അറിയാമോ? മുസ്ലിം സമൂഹം 5 മക്കളിൽ കൂടുതലുള്ളത് 2600. അപ്പൊ അതിന്റെ വ്യത്യാസം മനസ്സിലായല്ലോ. അതുകൂടെ ഒന്ന് ഈ അവസരത്തിൽ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ജോർജ് സാറിന് കൂട്ടായിട്ട് 225 കുടുംബം കൂടി ഉള്ളു ഇന്ത്യയിലാകെ. അതാ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിലെ പ്രോലൈഫ് സമൂഹമായിട്ടാണ് എനിക്ക് ബന്ധം. അതുകൊണ്ടായിരിക്കാം എന്റെ ചുറ്റുവട്ടത്ത് എന്റെ സുഹൃത്തുക്കൾ കൂടുതലും ഇങ്ങനെ ആയി പോയത്. കാരണം നമ്മൾ എടുത്തു നോക്കുമ്പോൾ സാറ് പറഞ്ഞത് ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ചർച്ച് പ്രോലൈഫ് ആശയങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരേണ്ട സമയം അതിക്രമിച്ചു. എനിക്ക് തോന്നുന്നു പാലാ രൂപത പ്രഖ്യാപിച്ച ഒരു 1500 രൂപ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ, പത്തനംതിട്ട 2000 രൂപ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്ന രൂപതകളുണ്ട്. ഇടുക്കി രൂപതയെ ഞാൻ ബഹുമാനത്തോടെ ഓർക്കുന്നുണ്ട്. തൃശ്ശൂർ രൂപതയിൽ പല പദ്ധതികളുണ്ട്. ഞങ്ങളുടെ കൊല്ലം രൂപതയിൽ ചില പദ്ധതികളുണ്ട്. ചിലപ്പോൾ അത് പരസ്യമാകാത്തതുകൊണ്ടായിരിക്കാം കുറെ എതിർപ്പുകളില്ലാത്തത്. പക്ഷെ നമ്മളവിടെ കാണേണ്ടത് 5-ലധികം കൊച്ചുങ്ങളും അല്ല 4-ലധികം കുഞ്ഞുങ്ങളുള്ളവർക്ക് പൈസ കൊടുക്കുകയല്ല സഭ ചെയ്യുന്നത്. പകരം അവരെ സപ്പോർട്ട് ചെയ്യുന്നു. സഭയുടെ കാഴ്ചപ്പാട് എന്താണ്? കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ ജനിക്കേണ്ട ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട്, സാർ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ തന്നെ 2.17 ബർത്ത് റേറ്റ് ഉണ്ടെങ്കിൽ ജനസംഖ്യ ബാലൻസ് ചെയ്യും. പക്ഷേ കേരളത്തിലുള്ള ബർത്ത് റേറ്റ് 1.7 ആണ്. അതിൽ ക്രിസ്ത്യാനികളുടെ ബർത്ത് റേറ്റ് 1.3 ആണ്. മലപ്പുറത്തുള്ള ബർത്ത് റേറ്റ് 3.42 ആണ്. അപ്പൊ എന്ന് മനസ്സിലാവുന്നുണ്ടാവും ബാലൻസ് ചെയ്യുന്നത്. അതിൽ തന്നെ 12% സ്ത്രീകൾക്ക് വന്ധ്യതയും 15% പുരുഷന്മാർക്ക് വന്ധ്യതയും ഉള്ളത് കൊണ്ട് ജനസംഖ്യ ബാലൻസ് ചെയ്യണമെങ്കിൽ ഒരു വീട്ടിൽ മിനിമം 3-4 കുഞ്ഞുങ്ങൾ ഉണ്ടാവണം. അതിൽ തന്നെ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടായാലേ ജനസംഖ്യ ഗ്രോ ചെയ്യത്തുള്ളൂ. ചൈന പോലുള്ള രാജ്യങ്ങൾ ഇപ്പൊ താഴോട്ട് പോവുകയാണ്. ഒരു ഗുരുസ്വാമി എക്കണോമിസ്റ്റ് എഴുതുമ്പോൾ എഴുതിയൊരു സാധനം മനോരമയിലുണ്ട്. എക്കണോമിക് ക്രൈസിസ് വന്നപ്പോൾ ലോകത്ത് പിടിച്ചു നിന്ന ഏക രാജ്യം ഇന്ത്യയാണ്. അതിന്റെ കാരണം ഇന്ത്യൻ ജനതയുടെ 60% 18 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവരാണ്. അത് പണിയെടുക്കുന്നവരാണ്. പക്ഷെ അത് മാറാൻ പോവുകയാണ്. ഈ ഒരു അവസ്ഥയിൽ പോവുകയാണെങ്കിൽ നാട് തകരും. നാട്ടിലെ ജനസംഖ്യയില് ഉള്ളവരെല്ലാം വാർദ്ധക്യം പ്രാപിക്കുകയും അവർ പണിയെടുക്കാൻ പറ്റാതിരിക്കുകയും പണിയെടുക്കുന്നവരില്ലാതെ വരികയും ചെയ്യുമ്പോൾ ബാലൻസ് തെറ്റി ഈ നാട് തകരാൻ പോവുകയാണ്. ലോക രാജ്യങ്ങൾ പലർക്കും നാട് തകർന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ മക്കൾക്ക് ജന്മം കൊടുക്കാൻ പ്രോത്സാഹനം, റഷ്യ പ്രോത്സാഹനം കൊടുത്തു, ജർമ്മനി പ്രോത്സാഹനം കൊടുത്തു. ഓരോ രാജ്യങ്ങളും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ നവമാധ്യമങ്ങളിലെ കുറെ പേര് പൊട്ടം കളിക്കുന്ന രീതിയാണ് വന്നുകൊണ്ട് ഇവിടെ ഏതാണ്ട് ജനം പെരുകി നാട് തകരും എന്നുള്ളൊരു കള്ളത്തരം അടിച്ചിറക്കുകയാണ്. പണ്ട്
അമേരിക്കയിൽ നിന്നൊരു എക്കണമിസ്റ്റ് പെട്ടെന്ന് മൽത്തുഷ്യൻ തിയറി 2, 4, 8, 16 എന്ന് പറഞ്ഞ് ജനം കൂടുകയും 2, 4, 6, 8 എന്ന് പറഞ്ഞ് ആഹാര വസ്തുക്കൾ ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 65 കഴിയുമ്പോൾ ലോകം തകർന്നു പോകുമെന്ന് പഠിപ്പിച്ചു. ഞാനും പഠിച്ചതാ എക്കണോമിക്സിൽ. പക്ഷെ ഇന്നും ലോകം മരിച്ചിട്ടില്ല. ലോകം ഇപ്പോഴും ഉണ്ട്. ലോകവും ഗ്രോ ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞ രീതിയിൽ ജനസംഖ്യ പെരുകിയിട്ടുമില്ല. അതായത് ഇനി വരുമ്പോൾ ജനം താഴോട്ട് പോവുകയാണ്. അത് സംഭവിച്ചാൽ നാട് തകരും. അതുകൊണ്ട് കാരണം സഭ കുറച്ചുകൂടെ മാറി ചിന്തിക്കുന്നത് കൊണ്ട്, ധാർമ്മികതയിൽ ചിന്തിക്കുന്നത് കൊണ്ട് സഭ ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രോലൈഫ് കർമ്മ പദ്ധതികളിലേക്ക് വരണം. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥനയിലാണ്. കാരണം ഈ അബോർഷനെതിരെയുള്ള പ്രാർത്ഥന നടക്കുന്നു. അബോർഷനെതിരെ അല്ലെങ്കിൽ ധാർമ്മിക നിരവധി നിയമങ്ങൾ വരുന്നു. ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ സമയപരിമിതി പോലും ഒന്ന് ഇടപെടുകയാണ്. ശ്രീ ജോർജ് സേവ്യർ, നമ്മൾ ചർച്ചയുടെ ഒരു സമാപനത്തിലേക്ക് വരികയാണ്. ഫാദർ ജൂലിയസ്, നമ്മുടെ സെക്കുലർ മാധ്യമങ്ങൾ പലപ്പോഴും ഈ നമ്മുടെ പ്രോലൈഫ് ആശയങ്ങൾ ചർച്ചയാക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ കത്തോലിക്ക യുവജനത പലപ്പോഴും നമ്മുടെ ഈ സിനിമകളിലൂടെയും അല്ലെങ്കിൽ സെക്കുലർ മാധ്യമങ്ങൾ നൽകുന്ന ഒരു ചിത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. നമ്മുടെ മാധ്യമ മേഖലയിൽ ഈ പ്രോലൈഫ് ആശയങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ കത്തോലിക്ക സഭയ്ക്ക് പ്രവർത്തനങ്ങൾ എങ്ങനെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ സാധിക്കും? ചുരുങ്ങിയ വാക്കുകളിൽ ഫാദർ ജൂലിയസ്. ഞാൻ PC ജോർജ് സാറിന്റെ കൂടെ ഒന്ന് കൂടുകയാണ്. നമ്മൾ കത്തിക്കുക തന്നെ വേണം. നമ്മൾ കത്തിക്കേണ്ടത് തിയേറ്ററുകളോ ഈ റോഡോ ഒന്നുമല്ല, മറിച്ച് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നമ്മൾ തീയിടാൻ പഠിക്കണം. എനിക്ക് തോന്നുന്നു നമ്മളുടെ സഭയും അതിൽ നിന്ന് കുറച്ച് പുറകോട്ട് പോയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ്, നമ്മളുടെ ഈ ജീവന്റെ വില എന്തുമാത്രം ഉണ്ട് എന്നുള്ളൂ. ആശുപത്രിയിലൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആളുകൾ മരിക്കുമ്പോഴുള്ള വേദന എന്തുമാത്രം ഉണ്ടെന്ന്, കുട്ടികൾ ജനിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം എന്തുമാത്രം ഉണ്ടെന്ന്. നമ്മളുടെ ഈ ആശുപത്രിയിലുള്ളപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടങ്ങളാണ്, എപ്പോഴും സങ്കടങ്ങളാണ്. പക്ഷെ ഒരു കുട്ടി ജനിച്ച് അവരതൊരു മിഠായി ഒക്കെ ആയിട്ട് വരുന്ന ഒരു സമയം. അപ്പോൾ ഇതിന്റെ ഒരു വാല്യൂ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇപ്പോഴും ആളുകൾക്ക് എന്തേ മനസ്സിലാവാത്തെ? അതിന് വേറെ പല രീതിയിൽ ഇതിന്റെ ഇക്കണോമിക് പറഞ്ഞുകൊണ്ട്, അതിന്റെ ഇഷ്യൂസ് പറഞ്ഞുകൊണ്ട്, നാട് നശിക്കാൻ പോകുന്ന കഥകൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട് അത് നമ്മൾ വിശ്വസിക്കുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നതിനെതിരെ നമുക്കൊരു ശാസ്ത്രം പറയാനുണ്ടോ? നമുക്കൊരു നല്ല രീതികളിൽ ദൈവശാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. നമ്മളത് പള്ളികളിലും സ്ഥാപനങ്ങളിലും അത് കൂടുതൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് മാർഗം. മറ്റ് അറ്റാക്കുകളെക്കാൾ കൂടുതലായിട്ട് ജനങ്ങളുടെ മനസ്സിൽ ഇത് നിറയട്ടെ. ഇത് നിറയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഈ ജനങ്ങൾക്ക് ഇതിന്റെ നന്മ തിരിച്ചറിയും. ആരെയും ആക്രമിക്കാനല്ല, നമ്മളുടെ നമ്പർ കൂട്ടിയിട്ട് ഏതെങ്കിലും മറ്റ് സമുദായങ്ങൾ ആക്രമിക്കാനൊന്നും അല്ലല്ലോ. നമ്മൾ ഈ നാടിനോട് കാണിക്കുന്ന, ഈ രാജ്യത്തോട് കാണിക്കുന്ന നമ്മുടെ ഒരു പിൻതലമുറ ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തലമുറ ഉണ്ടാവട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ചർച്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. നമ്മളുടെ ഷക്കീനെ പോലെയുള്ള ഈ മാധ്യമങ്ങൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അതിനാണെന്നാണ് ഞാൻ ആഗ്രഹിക്കുക. കൂടുതൽ ഈ അവയർനെസ് പ്രോഗ്രാം, ജോർജ് സേവ്യറൊക്കെ പറയുന്ന പോലെയുള്ള അവയർനെസ് പ്രോഗ്രാമുകളിലൂടെ നമുക്ക് ജനങ്ങളിലേക്ക് നന്മ എത്തിക്കാനായിട്ട് പരിശ്രമിക്കേണ്ടി വരും. തീർച്ചയായും. അവസാനമായി ശ്രീ PC ജോർജ്, അങ്ങ് അവസാനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അൽമായരുടെ ഒരു പ്രതികരണം സഭയിൽ വർദ്ധിക്കേണ്ടതിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ക്രൈസ്തവ അവഹേളനം വളരെയധികം നമ്മുടെ സമൂഹ മേഖലകളിലൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ മേഖലയിലും ക്രൈസ്തവരുടെ ഒരു സ്വാധീനം വർദ്ധിക്കേണ്ടതില്ലല്ലേ? ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ PC ജോർജ്. തീർച്ചയായും രാഷ്ട്രീയ മേഖലയിൽ ക്രിസ്ത്യാനി പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടിരിക്കുക. ഇപ്പം സഭയാണ് ഇത് നോക്കേണ്ടത്. അതുപോലെ തന്നെ വേറെ വലിയ കാര്യം, ഈ ഷക്കൈന ഉണ്ട്. ഈ ക്രിസ്ത്യൻ സഭയ്ക്ക് ഇതുപോലൊരു നല്ലൊരു ദൃശ്യമാധ്യമം ഇല്ലല്ലോ. ഷക്കൈനയോട് ഈ സഭയുടെ സമീപനം എന്താ? ഞാൻ ഈയിടെ പല പിതാക്കന്മാരോടും പറഞ്ഞിരിക്കുക, ഈ ഷക്കൈനയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. അവർ പള്ളികൾ പറഞ്ഞ ഇങ്ങനെ ഒരു ചാനലുണ്ട് നമ്മളതാണെന്നു അത് പറയണ്ടേ? അതുപോലെ നിങ്ങൾ പറഞ്ഞു ചെയ്യണം, ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് വളരെ രൂക്ഷമാണ് ചെറുപ്പക്കാരുടെ. നിർബന്ധമായി ഉടനെ ചർച്ച വെക്കണം. ഇതിനെതിരായിട്ടുള്ള പ്രചരണം നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ശക്തമായി നമുക്ക് മുമ്പോട്ട് പോകാം. വന്നിരായ അച്ഛന്മാർ പറഞ്ഞ അഭിപ്രായത്തോടും ജോർജ് സാറിന്റെ അഭിപ്രായത്തോടും ഒക്കെ യോജിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. സാറാസ് എന്ന സിനിമയുടെ ചിത്രീകരണം നമ്മുടെ സഭാ സ്ഥാപനത്തിൽ നടന്നതുമായി ബന്ധപ്പെട്ട് നിർണായക വെളിപ്പെടുത്തലാണ് ഈ ചർച്ചയിൽ നടന്നത്. നമ്മുടെ ജാഗ്രത വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ വിവേകം വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു പാഠമാണ് ഈ സംഭവം നമുക്ക് നൽകുന്നത്. എതിർക്കേണ്ട പ്രവണത എതിർക്കേണ്ട രീതിയിൽ ക്രിസ്തീയതയിൽ അടിസ്ഥാനപ്പെടുത്തി നാം എതിർക്കണം. ഈ ചർച്ചയിൽ വളരെ ക്രിയാത്മകമായി പങ്കെടുത്ത ശ്രീ PC ജോർജ്, ഫാദർ ജൂലിയസ്, ഫാദർ റോയ് കണ്ണഞ്ചിറ CMI, ശ്രീ ജോർജ് സേവ്യർ, 4 പേർക്കും നന്ദി.